Good morning, dear students. So today we are going to deal with Tintin in Tibet. So this is its cover. ഇതൊരു ക്ലൈമാറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ആക്ച്വലി ഇതിൽ കാണിച്ചിരിക്കുന്നത് വേർ ദേ ഫൈൻഡ് ദ ഫുഡ് സ്റ്റെപ്സ് ഓഫ് യതി. Okay, you can see Tintin had a Kantake in there. Okay, and Snowy also is there, and there they have found the footsteps or footprints of Yeti, or the snowman, abominable snowman as it is called. സി ഈ ഒരു പെർട്ടിക്കുലർ പിക്ചർ എന്ന് പറയുന്നത് ഇച്ചിരി ക്രിറ്റിസിസം നേരിടേണ്ടി വന്നൊരു പിക്ചർ കൂടെയാണ്, ബിക്കോസ് ഇറ്റ്സ് ടു വൈറ്റ് ഇൻ ദ. ഓക്കെ, ഇപ്പോൾ ഹിമാലയസ് ഓഫ് കോഴ്സ് മഞ്ഞ് നിറഞ്ഞത് തന്നെയാണ്, പക്ഷേ എന്നാലും ഇത്രയും വൈറ്റ്നെസ് എന്ന് പറയുന്നത് people have been attributing this whiteness to the Occidental culture. Means അവരുടെ ഒരു ഇതുണ്ട് ദാറ്റ് എല്ലാം വൈറ്റ്, whatever is good, whatever is grand should be white എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ട്. അതുമായിട്ടൊക്കെ പലപ്പോഴും ആട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ജസ്റ്റ് ട്രിവിയ പോലെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിവേ let's start the work. First of all, when the work starts, or the text starts, it is Tintin itself. He is on a trekking trail with, of course, Snowy, and he's saying, "What a glorious holiday, Snowy." He's asking Snowy. Of course, Snowy can't say anything back, but as usual with her, he gives Snowy a speech bubble. സ്പീച്ച് ബബിളാണ്. നിങ്ങൾ ആലോചിച്ചോ, ആ ഒരു പോയിൻറ്റഡ് ആയിട്ട് വരുന്നതാണെങ്കിൽ സ്പീച്ച് ബബിളാണ്. വേറെ തോട്ട്സ് പോലെ ചെറിയ ചെറിയ ബബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തോട്ട് ബബിളാണ്. അപ്പോൾ ഇവിടെ സ്നോവിയോട് ചോദിക്കുന്നതുകൊണ്ടായിരിക്കും സ്നോവി ഇങ്ങനെ സ്വയം പറയുന്നതായിട്ട് പറയുന്നത്. നോട്ട് ഫോർ ടിൻറ്റിൻ ടു ഹിയർ, ബട്ട് ഫോർ റീഡേഴ്സ് ടു നോ. ഓക്കെ, ഇവിടെ പറയാണ്, കോൾ ദിസ് എ ഹോളിഡേ, സ്ക്രാംബ്ലിംഗ് ഓവർ ജാഗഡ് റൂക്സ് ഫ്രം മോർണിംഗ് ടിൽ നൈറ്റ്. All right for him with his heavy climbing boots. But if this goes on, I will have no pause left. Snowy is tired. He's exhausted, and says that Tintin ഇത്രയും heavy boots എല്ലാം ഉണ്ട്, whereas I am trekking on this hard trail with my bare paws. ആൻഡ് കഴിയുമ്പോഴത്തേക്കും തന്നെ എൻ്റെ പോസൊന്നും തന്നെ ബാക്കി ഉണ്ടാവത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ സ്നൂവി ഈസ് ആക്ച്വലി സ്നാപ്പിംഗ് അറ്റ് ഹിം, പോസിബിളി ബാക്കിങ് ഇൻ ദ റിയൽ സെൻസ്. പക്ഷേ ഇവിടെ അതൊരു സ്പീച്ച് ബബിളായിട്ട് ഇവിടെ കൊടുത്തിരിക്കുകയാണ് ഫോർ ദ റീഡേഴ്സ് ടു നോ വാട്ട് സ്നൂവീസ് കണ്ടീഷൻ ഇസ്. Now, it's been a long day. I'm not sorry to be back at the hotel. I am hungry as a hunter. അതൊരു ഫ്രേസ് ആണ്, I am hungry as a hunter എന്ന് പറഞ്ഞാൽ നല്ലോണം വിശപ്പുണ്ട് എന്നർത്ഥം. ഓക്കെ, ആൻഡ് ഹീ ഈസ് നോട്ട് സോറി. വിശപ്പുള്ളത് കൊണ്ട് തന്നെ ഹോട്ടലിലോട്ട് തിരിച്ചു പോകാൻ, മീൻസ് ഹി വാസ് എൻജോയിങ് ദ ഡേ, എൻജോയിങ് ഹിസ് ട്രെക്കിംഗ് ബിഫോർ ദാറ്റ്. ആൻഡ് ഇപ്പോൾ ഹോട്ടലിലോട്ട് പോകുന്നതിനും കുഴപ്പമില്ല, ബിക്കോസ് he would welcome bit of food. Okay, so they reach the hotel. Then there he sees Captain Haddock. Hello, Captain. Had a good day? Marvelous, thanks. What about you? Fag it out, I will bet. അപ്പോൾ ക്യാപ്റ്റൻ ഹെഡോക്ക് എന്ന് പറയുന്നത് ടിൻറ്റിൻ്റെ വളരെ അടുത്ത ഫ്രണ്ടാണ്. നമ്മൾ മുന്നേ എൻ്റെ ഉള്ളിൽ പഠിച്ചതാണ്. അപ്പോൾ ഹെഡോക്ക് തിരിച്ച് ചോദിക്കുകയാണ്, മാവലസ്, ഇറ്റ് ഈസ് എ മാവലസ് ഡേ ഫോർ ഹിം. ആൻഡ് തിരിച്ച് ടിൻറ്റിനോട് പറയണം, നിനക്ക് വാട്ട് അബൌട്ട് യു? ഓക്കെ, ആൻഡ് ഹി അസ്യൂംസ് ദാറ്റ് ഹി വിൽ ബി എക്സോസ്റ്റഡ് ബിക്കോസ് ഓഫ് ദ ട്രെക്കിംഗ് ഹി ഹാഡ് ഡൺ. അപ്പോൾ ട്രെക്കിംഗ് കാരണം എക്സോസ്റ്റഡ് ആയിരിക്കും അല്ലേ എന്നാണ്. അതാണ് ഫാഗഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ അതാണ് എക്സോസ്റ്റഡ് ആണ് എന്നുള്ളത് ചോദിക്കുന്നതാണ്. എക്സോസ്റ്റഡ് ആണോ ടയേർഡ് ആണോ എന്ന് പറയുന്നതാണ് ഫാഗഡ് ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, I'll bet he is sure that he will be tired. അപ്പോൾ Tintin replies that a bit tired, I must say, but on top of the world. The mountains are superb and the air is like champagne. You ought to come with me one day. Okay, but even though he is a bit tired, he says that he's on the top of the world. Means he has enjoyed every bit of it, and he's enjoying that mountainous air and all. And that's why he says the air is like champagne. എന്തുകൊണ്ട് ഷാമ്പെയിൻ എന്ന് വിളിക്കുന്നത്? ബിക്കോസ് ഷാമ്പെയിൻ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് ബ്രൂസ് എന്നാണ് പറയാറുള്ളത്. ഓക്കെ, ഒരു വൈൻ ടൈപ്പാണല്ലോ നമ്മുടെ ഷാമ്പെയിൻ എന്ന് പറയുന്നത്, വിത്ത് ഫിസ് ആൻഡ് ഓൾ. അപ്പോൾ ആ ഒരു ഷാമ്പെയിൻ്റെ എഫക്റ്റ് മീൻസ് കൂൾഡ് ലൈറ്റ് ആയിട്ടുള്ള ആ ഒരു എഫക്റ്റാണ് നമ്മുടെ ടേസ്റ്റ് ബഡ്സിന് കിട്ടുന്ന ആ ഒരു എഫക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ എയറിന് ഉണ്ടായിരുന്നത്, മൗണ്ടൈൻ എയറിന് ഉണ്ടായിരുന്നത്. നിങ്ങൾക്കറിയാം, മൗണ്ടൈൻ എയർ എന്ന് പറയുമ്പോൾ ഭയങ്കര പ്യുവറാണ്, സ്പേർജ് ഓഫ് ഓക്സിജൻ ആണ് ശരിക്കും മൗണ്ടൈൻ എയർ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻഡ് ട്രെക്കിംഗ് ഓൺ such a path will of course refresh you a lot.
അപ്പോൾ അതുകൊണ്ടാണ് ടിൻറ്റിൻ അവിടെ പറയുന്നത് യു ഷുഡ് കം ഓർ യു ആർ ടു കം വിത്ത് മീ വൺ ഡേ. അപ്പോൾ ക്യാപ്റ്റൻ്റെ ഹഡോക്കിൻ്റെ റെസ്പോൺസ് ഹൂ മീ, not on your life. I don't mind I don't mind mountains as scenery, but this passion for clambering above over piles of rock, that's what beats me. Besides, you have always got to come down again. What's it all in aid of anyway? അപ്പോൾ ഹഡോക്ക് തിരിച്ച് പറയണേ എന്തിനാ, ഐ ഡു നോട്ട് വോണ്ട് ടു ഗോ അപ്പ് ദ മൗണ്ടൻ ബിക്കോസ് എനിവേ യു ഹാവ് ടു കം ഡൗൺ. സോ എന്തിനാണ് നമ്മളിപ്പോൾ വലിഞ്ഞു കയറി ഇങ്ങ് പോകുന്നത്, എന്തിനാ, എന്തായാലും താഴെ വരാനുള്ളത്. സോ എന്തിനാണ് ഈ ഓരോ എന്താ റോക്സിൻ്റെ മുകളിലൊക്കെ വലിഞ്ഞ് കയറുന്നതിൻ്റെ ആവശ്യം എന്താ? ആൻഡ് ദിസ് ആക്ച്വലി ദിസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ബിക്കോസ് ദിസ് ഇസ് ആക്ച്വലി what we can say that something that vouches for Haddock's on or the consistency of his character, that he dislikes such activity, okay, such outdoor activity like mountain climbing, okay. പുള്ളിക്ക് അതൊട്ടും തന്നെ ഇഷ്ടമില്ല എന്നുള്ള കാര്യം നമ്മൾ വളരെ നന്നായിട്ട് ഇവിടെ അറിയിക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു പെർട്ടിക്കുലർ സീനിൽ. A broken neck, I suppose, but no one ever thinks of the risk. You're always seeing accidents in the papers. Mountain drama here, alpine disaster here. Mountain should be abolished. At least that would stop all these airplanes bumping into every other. And he says that he detests mountains because, of course, it is because they are there. It should be banished. It should be abolished. Okay, not banished, but it should be abolished. At least അതായിരിക്കും എയർപ്ലെയിൻസിനെല്ലാം തന്നെ എന്താ സേഫായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നല്ല കാര്യം മൗണ്ടൻസിനെ അബോളിഷ് ചെയ്യുക എന്ന് പറയുന്നതാണെന്നാണ് പുള്ളി പറയുന്നത്. ഹീ ഈസ് ജസ്റ്റ് ജോക്കിങ്, അല്ലെങ്കിൽ എന്താ പറയുക, പുള്ളി എനിവേ ഇവിടെ definitely he is vouching for his dislike for mountains. He doesn't like them at all. മൗണ്ടൻസ് എന്ന് പറയുന്നതിന് ഇഷ്ടമേ അല്ല എന്നുള്ള കാര്യത്തിന് കുറച്ചുകൂടെ എംഫസിസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിന് ഭയങ്കര റിസ്ക് ആയിട്ടാണ് പുള്ളി കാണുന്നത്. ആൻഡ് ദാറ്റ് ഈസ് വൈ ഇവിടെ ആ ഒരു എയർപ്ലെയിൻസ് ക്രാഷിങ്ങിനെ കുറിച്ച് പറയുകയാണ്. ആൻഡ് ദെൻ പുള്ളി പെട്ടെന്ന് ഓർമ്മിക്കുക, ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ് അഗെയിൻ ഇൻ നേപ്പാൾ. ഐ വാസ് റീഡിങ് ദ സ്റ്റോറി ഇൻ ദ പേപ്പർ ഹിയർ ലുക്ക് ആൻഡ് ഹി ഷോസ് ദ പറയണ പുള്ളി ഇപ്പോൾ ഹി റീസെൻ്റ്ലി റെഡ് സംതിങ് അബൌട്ട് എ പ്ലെയിൻ ക്രാഷ്, ഓക്കെ, ഇൻ നേപ്പാൾ. ആൻഡ് പുള്ളി ആ സ്റ്റോറി ആർക്ക് കാണിച്ചു കൊടുക്കുകയാണ്, ടിൻറ്റിന് കാണിച്ചു കൊടുക്കുകയാണ്. ആൻഡ് ഇറ്റ് റീഡ്സ് നേപ്പാൾ എയർ ഡിസാസ്റ്റർ കാഠ്മണ്ഡു ആണ്. അപ്പോൾ നമ്മുടെ പ്ലേസ് എന്ന് പറയുന്നത് അവിടെയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, Wednesday, the DC, 3 missing since Monday on a flight from Patna to Kathmandu is reported to have crashed in the Gosainthan Massif. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ ആസ് എ ന്യൂസ് റിപ്പോർട്ട് കണക്ക് തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇൻ എ പ്ലെയിൻ, അത് DC-3 എന്ന് പറയുന്ന പ്ലെയിന് പാറ്റ്ന ടു കാഠ്മണ്ഡു റൂട്ടായിരുന്നു അത്. ഇറ്റ് ക്രാഷ്ഡ് ഇൻ ദ ഗൊസൈൻഥാൻ മാസഫ്. ഗൊസൈൻഥാൻ മാസഫ് എന്ന് പറയുന്നത് ഒരു മൗണ്ടൻ റേഞ്ചാണ്. അതിൻ്റെ ശരിക്കും നമ്മൾ ഇവിടെയൊക്കെ മീൻസ് ടിബറ്റൻ റേഞ്ചസിലും ചൈന അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ, ഇന്ത്യയിലും ഐ തിങ്ക് ഇറ്റ് ഇസ് കോൾഡ് ശീശപാങ്മ. ഓക്കെ, ശീശപാങ്മ, SHISHAPANGMA. ഓക്കെ, അപ്പോൾ ശീശപാങ്മ എന്ന് പറയുന്നത് 14th ഹയസ്റ്റ് മൗണ്ടൻ ഇൻ ദ വേൾഡ് ആണ്. അപ്പോൾ ആ മൗണ്ടനിൽ ക്രാഷ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ബിലീവ് ദാറ്റ് ദ എയർക്രാഫ്റ്റ് ബിലോങ്ങിങ് ടു ഇന്ത്യൻ എയർവേസ് വാസ് ഡ്രിവൻ ടുവേർഡ്സ് ദ ഹിമാലയ ബൈ എ വയലൻസ് സ്റ്റോം. ഒരു വയലൻസ് സ്റ്റോമിൽ പെട്ടാണ് ആ ഒരു പ്ലെയിന് ഹിമാലയസിൽ ക്രാഷ് ചെയ്തത്. എ സെർച്ച് പ്ലെയിൻ യെസ്റ്റർഡേ സ്പോട്ടഡ് ദ റെക്കേജ് ഓഫ് ദ എയർക്രാഫ്റ്റ് ഇൻ എ റിമോട്ട് ആൻഡ് ഡേഞ്ചറസ് ഏരിയ. ഒരു സെർച്ച് പ്ലെയിൻ എന്തായാലും അതിൻ്റെ റിമെയിൻസ് അവിടെ കണ്ടെടുത്തു. As soon as the news was received, a party of Sherpas set out for the peak where the aircraft crashed. എന്തായാലും അതിൻ്റെ ന്യൂസ് കേട്ടോടെ തന്നെ ഷെർപ്പാസ്, ഗ്രൂപ്പ് ഓഫ് ഷെർപ്പാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ ഹിമാലയാസിൽ അല്ലെങ്കിൽ ആ ബോർഡർ ഏരിയയിൽ ഈ മൗണ്ടൻ റേഞ്ചസ് ക്ലൈംബ് ചെയ്യുന്നവരെയാണ് നമ്മൾ ഷെർപ്പാസ് എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ, അതൊരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയാണ്. ദേ ആക്ട് ആസ് ഗൈഡ്സ് ടു ദീസ് people who want to climb the Himalayas. എന്താ കമ്പാനിയൻസായിട്ട് മാത്രമല്ല, ഗൈഡ്സായിട്ട് മാത്രമല്ല, അവരുമല്ല, ഭയങ്കര ബ്രേവ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് ഷെർപ്പാസ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ബോർഡർ കമ്മ്യൂണിറ്റീസിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബ്രേവ് ആൻഡ് ഭയങ്കര കറേജിയസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഷെർപ്പാസ് എന്ന് പറയുന്നത്. ആൻഡ് ദ എയർക്രാഫ്റ്റ് ഈസ് നോൺ ടു ഹാവ് ക്യാരിഡ് 14 പാസഞ്ചേഴ്സ് ആൻഡ് 4 ക്രൂ. അപ്പോൾ അതിൻ്റെ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ആ ഒരു പെർട്ടിക്കുലർ ഇതിൽ. Poor devils, what a dreadful place for a crash. They wouldn't stand a chance of surviving up there. അപ്പോൾ ഇവിടെ ടിൻറ്റിൻ്റെ ഒരു ന്യൂസ് വായിച്ചിട്ട് ടിൻറ്റിൻ്റെ
assumption നോക്കുക. He says that nobody would have survived the crush എന്ന് പറയുകയാണ് ഇവിടെ. And that's what your beautiful mountains do for you. അപ്പോൾ നമ്മുടെ ഹാഡോക്ക് ഓഫ് കോഴ്സ് ഹി സേസ് ദാറ്റ് ഇതാണ് മൗണ്ടൻസിനെ ഇഷ്ടപ്പെടേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞത്, ബിക്കോസ് ദാറ്റ്സ് വാട്ട് മൗണ്ടൻസ് ഡു ടു യു. ആൻഡ് ദെൻ ദർ ഇസ് ദിസ് ബെൽ. ഓക്കെ, നമ്മളെ വലിയൊരു എന്താ ബെല്ലല്ല, ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് നമ്മുടെ ജാപ്പനീസ് ഒരു ബെല്ല് പോലത്തെ സാധനമുണ്ട്, അതാണ് ഡോങ് എന്ന് പറയുന്ന തരത്തിലുള്ള ബെല്ലിൻ്റെ ശബ്ദം ഉണ്ടാക്കുന്നത്. സോ ദർ ഇസ് ദിസ് ഡോങ്. ഗോങ് ഫോർ ഡിന്നർ, കം ഓൺ ഐ എം ഫാമിഷ്ഡ് മീൻസ് ഹീ ഈസ് ടു ഹംഗ്രി. ഫാമിഷ്ഡ് എന്ന് പറഞ്ഞാൽ നല്ലപോലെ ഹംഗ്രി ആയിട്ടിരിക്കുകയാണെന്ന് അർത്ഥം. ആൻഡ് സോ ആഫ്റ്റർ ഡിന്നർ ദേ ആർ പ്ലേയിങ് ചെസ് ആൻഡ് ഹിയർ ഹാഡോക്ക് ഈസ് തിങ്കിങ്. അതാണ് ഇവിടെ ഹാഡോക്കിൻ്റെ അതിൽ കാണിക്കുന്നതല്ലേ, അതാണ് നമ്മുടെ തോട്ട് ബബിൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇത് സ്പീച്ച് ബബിൾ അല്ല കാണിച്ചിരിക്കുന്നത്, തോട്ട് ബബിളാണ്. അപ്പോൾ തോട്ടിൽ പുള്ളി ആക്ച്വലി ചെസ്സിൻ്റെ മൂവ്സിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഓക്കെ, മൈ ക്വീൻസ് ഇൻ ഡേഞ്ചർ, വാട്ട് ഷാൽ ഐ ഡു? പ്രൊട്ടക്ട് ഹർ വിത്ത് മൈ നൈറ്റ്? നോ, ദാറ്റ് വുഡ് ലീവ് മൈ ബിഷപ്പ് വൾനറബിൾ. സപ്പോസ് ഐ അഡ്വാൻസ് ദാറ്റ് പോൺ. അപ്പോൾ പുള്ളി ഓരോ എന്താ മൂവ്സായിട്ട് ചെസ്സിലെ ഓരോ മൂവ്സായിട്ട് നോക്കുകയാണ്. ഇതിങ്ങനെ വെച്ചാൽ എങ്ങനെ ഇത് വരും, ക്വീനിനെ ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാലായിട്ട് വാട്ട് വിൽ ഹാപ്പൻ ടു മൈ നൈറ്റ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആലോചിക്കുകയാണ് പുള്ളി. നോ, ദാറ്റ് വോണ്ട് വർക്ക് ചെയ്ത്. ആൻഡ് യു ക്യാൻ സീ ടിൻറ്റൻ ഈസ് കൈൻഡ് ഓഫ് എക്സോസ്റ്റഡ്. യുനോ താടിക്ക് കൈയും വെച്ചിട്ട് പുള്ളി അവിടെ ഇരിക്കുവാണ്. And I shall have to do something else. Yes, my queen, and will have to fight a rearguard action. Again, he is thinking about the moves. Okay, അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് വായിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മതി. ആൻഡ് വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് യു ക്യാൻ സീ ദാറ്റ് ടിൻറ്റൻ ഈസ് ആക്ച്വലി ഡോസിങ് ഓഫ്. അതായത് ഉറങ്ങുക പുള്ളി. കാരണം നിങ്ങൾക്ക് ആ 3 പിക്ചർ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആദ്യം കാണാം. ആദ്യത്തിൽ ഹിസ് ഐസ് ആർ ഓപ്പൺ, സെക്കൻഡ് വണിൽ ഹിസ് ഐസ് ആർ ക്ലോസ്ഡ്. ഓക്കെ, ബട്ട് ദെൻ തേർഡ് ആയപ്പോഴത്തേനെ സ്ലൈറ്റ്ലി ബെൻഡ് ചെയ്തു. അതാ വരയുടെ പ്രത്യേകത കണ്ടോ, കാരണം ഓരോന്നായിട്ട് കാണിക്കുന്നുണ്ടോ. ഓക്കെ, സ്ലൈറ്റ്ലി നമുക്ക് നേരെയായിട്ട് ലീഡേഴ്സിന് നേരെയായിട്ട് ഫേസ് തിരിച്ചു, ലൈക്ക് റെസ്റ്റിംഗ് ഹിസ് ഹെഡ് ഓൺ ഹിസ് ഹാൻഡ്. ആ രീതിയിൽ മീൻസ് അത്രയും ഫേസ് കൊടുത്ത് മീൻസ് ഉറങ്ങി അങ്ങ് പോവാം. അപ്പോഴും നമ്മുടെ ഹാഡോക്ക് അപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതുവരെ ഒരു മൂവ് ചെയ്തില്ല. ഓക്കെ, അത്രയും സമയം എടുക്കുന്നുണ്ടെന്നർത്ഥം. ആൻഡ് ഹീ സ്റ്റിൽ തിങ്കിങ് അബൌട്ട് ദ മൂവ്സ്. what do you say to that? ടെൻറ്റിൻ എന്നിട്ട് ടിൻറ്റൻ എന്ന് ചോദിക്കുന്നത് മനസ്സിൽ ചോദിക്കുന്നതാണ്. സഡൻലി ആസ് നമ്മൾ കണ്ടതാണ് ടിൻറ്റിൻ ഡോസ്ഡ് ഓഫ് അല്ലേ, ഡോസ്ഡ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ, ഉറങ്ങിയങ്ങ് പോയി. ടിൻറ്റിൻ ചാടി അലാംഡ് ആയിട്ടിങ്ങനെ ചാങ് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഓക്കെ, അലാംഡ് ആയിട്ട് അങ്ങ് വിളിക്കുകയാണ്. ആൻഡ് എവറിബഡി ഇൻ ദർ ഇസ് അലാംഡ് ബൈ ഹിസ് സഡൻ ഔട്ട് ബേഴ്സ്റ്റ്. കണ്ടോ, എല്ലാവരുടെ കയ്യിൽ നിന്ന് ഓരോന്നൊക്കെ, ഈവൻ ഹാഡോക്ക് സീംസ് ടു ബി അലോംഡ് ദെയർ. എല്ലാവരും കുട്ടികൾ താണ്ട അമ്മയുടെ പെട്ടെന്ന് ബാക്കിലോട്ടങ്ങ് കയറി പോവുക. എക്സെപ്റ്റ് ഫോർ ദ പേഴ്സൺ കാൽക്കുലസ്. യു ക്യാൻ സീ കാൽക്കുലസ് ചെയ്യാം. ലെറ്റ് മീ സീ. ഓക്കെ, കണ്ടിന്യൂസ് സ്പീച്ചസ്. സീ ദിസ് ഇസ് കാൽക്കുലസ്. കാൽക്കുലസിനെ കാണാം. സോറി ഫോർ ദ പിക്സലേറ്റ് ആയി പോകുന്നുണ്ട് സൂം ചെയ്യുമ്പോൾ, ദാറ്റ്സ് ഓക്കെ. സീ ഇതാണ് കാൽക്കുലസ്. ഓക്കെ, സീ ബാക്കി എല്ലാവരും അലാംഡ് ആയിരിക്കുമ്പോൾ കാൽക്കുലസിൻ്റെ ആ ഒരു കൺസിസ്റ്റൻറ്റ് ക്യാരക്ടർ വൈസ് തന്നെ കാൽക്കുലസ് അലാംഡ് അല്ല. ഓക്കെ, ഈ സച്ച് എ പേഴ്സൺ. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ബാക്കി എല്ലാവരും തന്നെ അലാംഡ് ആയിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ഇതാകുമ്പോഴത്തേക്കും നമ്മുടെ എവറിബഡി ഈസ് ആക്ച്വലി ഈ ഇത്രയും അലാംഡ് ആയിട്ടുള്ള സൗണ്ട് ഉണ്ടാക്കിയതിന് നമ്മുടെ ബാക്കിലിരിക്കുന്ന വ്യക്തിയും എല്ലാവരും കാണാം. ദേ ഓൾ ആർ ആക്ച്വലി ലുക്കിംഗ് അറ്റ് ടിൻറ്റിൻ. സോ ഹാഡോക്ക് പറയാണ്, ബില്യൺസ് ഓഫ് ബ്ലൂ ഗ്ലിസ്റ്ററിംഗ് ബാർണിക്കിൾസ്. ദിസ് ഈസ് എ വേ ഓഫ് ഹിം. ഒരു പുള്ളി ഇറിറ്റേറ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ അനോയ്ഡ് ആണെങ്കിൽ പുള്ളി യൂസ് ചെയ്യുന്ന ഫ്രേസസ് ഉണ്ട് ചിലതെല്ലാം. ഓക്കെ, സ്ഥിരമായിട്ട് ടിൻറ്റനിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണത്. ഓക്കെ, അതും വളരെ അലിട്രേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, റൈമിങ് ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതിൽ തന്നെ നോക്കിക്കോളൂ, എല്ലാ വേർഡ്സിൻ്റെയും തുടക്കം ബ സൗണ്ട് വെച്ച് തുടങ്ങിയിട്ടില്ല. ബില്യൺസിൽ ബ, ബ്ലൂ, ബ്ലിസ്റ്ററിങ്, ബാർണിക്കിൾസ്. സി ഓക്കെ, അതിൽ 2 കാര്യങ്ങൾ, നോട്ട് ജസ്റ്റ് ബ മാത്രമല്ല, ബ ആൻഡ് ല ഇസ് റെപ്പറ്റേറ്റീവ് സൗണ്ട്സ് എന്താ. ആ 4 വേർഡ്സിലും ബ ആൻഡ് ല എന്ന് പറയുന്ന സൗണ്ട്സ് റെപ്പറ്റേറ്റീവായിട്ട്. അപ്പോൾ റെപ്പറ്റേറ്റീവായിട്ട് സൗണ്ട്സ് വരുന്നുണ്ടെങ്കിൽ അതിനൊരു റിതമിക് ക്വാളിറ്റി ഉണ്ടാവും. അപ്പോൾ റിതമിക് ക്വാളിറ്റി വരുന്ന നമ്മൾ അലിട്രേഷൻ എന്ന് നമ്മളങ്ങനെ വിളിക്കാറുണ്ട്. ഓക്കെ, അലിട്രേഷൻ ALLITRATION. ഓക്കെ, അലിട്രേഷൻ.
ആൻഡ് അലിട്രേഷനിൽ സി അതാണ് ആ ഒരു റിതമിക് ക്വാളിറ്റിയോട് കൂടിയാണ് പുള്ളി അത് ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള കാര്യം പറയുന്നത്. ബില്യൻസ് ഓഫ് ബ്ലൂ ബ്ലിസ്റ്ററിങ് ബാർനക്കിൾസ്, യു ഡോണ്ട് റിയലി ഹാവ് ടു സ്നീസ് ലൈക്ക് ദാറ്റ് ഡു യു. അപ്പം ഹാഡോക്ക് വിചാരിക്കുന്നത് എന്താ, പുള്ളി സ്നീസ് ചെയ്തതാണെന്ന് വിചാരിക്കുന്നത്. ആൻഡ് ടിൻറ്റിൻ സീസ് ബട്ട് ഐ ഡിഡ്ന്റ് സ്നീസ്, ഐ എം ടെറിബിളി സോറി, ഐ മസ്റ്റ് ഹാവ് ഡ്രോപ്ഡ് ഓഫ്, ഐ ഹാഡ് എ ഹോറബിൾ നൈറ്റ്മെയർ. പുള്ളി ഞാൻ എന്താ ഉറങ്ങി വീണതായിരിക്കണം. A nightmare? Yes. I was dreaming about Chang. You remember Chang, the boy I made friends with in China? I saw him. It was ghastly. അപ്പോൾ പുള്ളി പറയാണ്, മൈ ഫ്രണ്ട്, ഡു യു റിമെമ്പർ മൈ ഫ്രണ്ട് ചാങ്? ഓക്കെ, ഞാൻ എൻ്റെ കുഞ്ഞിലല്ല, ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ചാങ്ങിനെ ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, ആൻഡ് ഐ സോ ഹിം ഇൻ മൈ ഡ്രീം ആൻഡ് ഇറ്റ് വാസ് എ ഗാസ്ലി ഡ്രീം. ഇറ്റ് വാസ് എ ടെറിബിൾ ഡ്രീം. ഗാസ്ലി എന്ന് പറഞ്ഞാൽ ടെറിബിൾ ആയിട്ടുള്ള ഡ്രീംസിനെയാണ് നമ്മൾ ഗാസ്ലി എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ഡ്രീമായിരുന്നു അതെന്ന്. ഹീസ് കൈൻഡ് ഓഫ് യുനോ പുള്ളി വല്ലാതെ ആങ്ഷ്യസ് ആയിട്ട് നമുക്ക് ഇതിൽ കാണാം. ഓക്കെ, he was lying there hurt, and he's explaining his dream there. He was lying there hurt, half buried by snow. He was holding out his hands and calling to me, help Tintin, help. It was all so terribly real. I am still quite stunned by it. Please do forgive me. That's all right. Don't worry, forget it. You go on up to bed. You are dead tired. I think you are right. Good night, Captain. അപ്പോൾ ശരിയാ, ഹാഡോക്ക് പറയുന്നത് ഈ പൊതുവേ നീ എക്സോസ്റ്റഡ് ആയതുകൊണ്ടായിരിക്കും നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്, നീ ഇങ്ങനത്തെ നൈറ്റ് മെയർ കണ്ടതിപ്പോൾ. സോ പ്രോബ്ലി ബെസ്റ്റ് യു ഗോ ടു ബെഡ് എന്ന് പറയുകയാണ്. ആൻഡ് ടിൻറ്റിൻ എഗ്രി. സോ ഹി ഗോസ് ടു ബെഡ്. പോകുന്ന വഴിക്ക് തന്നെ യു ക്യാൻ സീ ദറ്റ് എവറിബഡി ഈസ് ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ഹിം, കൈൻഡ് ഓഫ് ജഡ്ജിങ് ഹിം ഓൾ ദ വേ. അപ്പോൾ അതെന്താണെന്നുള്ള കാര്യം നമുക്ക് പിന്നെ പെട്ടെന്ന് മനസ്സിലാവും. ദ നെക്സ്റ്റ് മോർണിംഗ്, hello there, slept well? No more dreams? Good morning, Captain. No more dreams. അപ്പം പിറ്റേന്ന് രാവിലെ ഹാഡോക്ക് ഈസ് ആസ്കിങ് ഹിം, അപ്പോൾ എന്തായി, ഈ പിന്നെ ഡ്രീംസ് എല്ലാം കണ്ടോ? ഇല്ല, പിന്നെ ഡ്രീംസ് ഒന്നും കണ്ടില്ല. നോ ഡ്രീംസ്, ബട്ട് നോട്ട് മച്ച് സ്ലീപ്പ് either. I was haunted by that picture of Chang lying in the snow, calling to me for help. He says that he was alarmed, or he didn't get enough sleep because of this picture of Chang in the snow. Okay, എന്തോ ഒരു some kind of intuition അതാണ് നമ്മുടെ ടിൻറ്റിനെ ബോധം ചെയ്യുന്നത്. Rubbish. Dreams go by opposites. So they say, don't think about it. Look, there is a letter for you from Hong Kong. Okay, rubbish. ഇതെല്ലാം തന്നെ ചുമ്മാതാ, അനാവശ്യം. എന്നിട്ട് ഡ്രീംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കാതിരിക്കുക. നമ്മൾ സോ ദേ സേ ഡോണ്ട് തിങ്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, അത് ചിന്തിക്കാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് മാറ്റുക. ആൻഡ് ഹി സേസ് ദാറ്റ് ദർ ഇസ് എ ലെറ്റർ ഫോർ യു ഫ്രം ഹോങ്കോങ് ഓഫ് കോഴ്സ് നമുക്കറിയാം, ചൈനയുടെ പാർട്ടാണ്. ആൻഡ് സ്റ്റിൽ പണ്ടൊരിക്കൽ സെപ്പറേറ്റ് ആയിരുന്നു, പിന്നെ ചൈനയുടെ അധീനതയിൽ വന്നു. അങ്ങനത്തെ ഒരു പാർട്ടാണ് നമ്മുടെ ഹോങ്കോങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹോങ്കോങ് വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളൊരു പാർട്ടാണ്, ബിക്കോസ് ദ പീപ്പിൾ ദർ ആർ ആസ്കിങ് ടു റിമൂവ് ദംസെൽസ് ഫ്രം ചൈനീസ് കൺട്രോൾ. ഓക്കെ, now yes, look at the envelope. It's taken a long time to reach you from Labrador Road to Marlin's Pike. Then Nestor sent it on here. Okay, അപ്പോൾ ഇതിൽ നമ്മുടെ ടിൻറ്റിൻ്റെ യൂഷ്വലി ഉള്ള കഥകളുടെ ഇതൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ലാബ്രഡോർ റോഡ് എന്ന് പറയുന്നത് ടിൻറ്റിൻ മുന്നേ താമസിച്ചിരുന്ന സ്ഥലമാണ്. വേറെ മാർലിൻസ് പൈക്ക് എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ ഹെഡോക്കിൻ്റെ ഹൗസ് അവിടെയാണ്. ആൻഡ് ക്യാപ്റ്റൻ ഹെഡോക്ക് മുന്നത്തെ ഇതിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഹെഡോക്ക് ഹാസ് ഇൻവൈറ്റഡ് ടിൻറ്റിൻ ടു സ്റ്റേ അറ്റ് മാർലിൻസ് പൈക്ക്. അപ്പോൾ അതുകൊണ്ട് ലാബ്രഡോർ റൂട്ടിൽ വന്ന ആ ഒരു particular letter, it was sent to Marlin's Pike. അവിടെ ഹെഡോക്കിൻ്റെ എന്താ പറയുക, ഇതുണ്ടല്ലോ സെർവൻറ്റ്, ഓക്കെ, മാൻ സെർവൻറ്റ് ആയിട്ടുള്ള നെസ്റ്റ് അതിനെ ഇങ്ങോട്ട് ഇവർ ഈ ഹോട്ടലിൽ താമസിക്കുന്ന ഹോട്ടലിലോട്ട് അയക്കുമായിരുന്നു. സോ ഹൂസ് റൈറ്റിംഗ് ടു മീ ഫ്രം ഹോങ്കോങ്? ആൻഡ് ദെൻ വെൻ ഹീ ഈസ് ചെക്കിംഗ് ഓൺ the cover of the letter, he suddenly utters in a loud voice again the same word, Chang. And honestly, again Haddock പിന്നെയും alarmed ആയിട്ടുണ്ടായിരുന്നു. Billions of blue blistering barnacles. Again the same irritated, annoyed, alliterative words. You can't pretend this time that you have had another dream. ഇപ്പോഴും ഈ പകൽ വെളിച്ചത്തിലും കിടന്ന് ഉറങ്ങുമായിരുന്നൊന്നും പ്രിറ്റൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. No, look here. It really is a letter from Chang.
You must admit, it's a remarkable coincidence. Yesterday evening I dreamt about him. This morning I get a letter from him. Extraordinary, isn't it? See, usually Tintin എന്ന് പറയുന്നത് വളരെ ലോജിക്കലായിട്ടൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. മീൻസ് എപ്പോഴും ലോജിക് റീസണിങ്, സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റ്, ഇതിനൊക്കെയാണ് കൂടുതലും സയൻറ്റിഫിക് അഡ്വാൻസ്മെൻ്റ് അല്ല, സയൻറ്റിഫിക് മെത്തേഡ്, ഇതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തിയാണ്. ബട്ട് ഈ ഒരു പെർട്ടിക്കുലർ വർക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് സ്പിരിച്വൽ, കൈൻഡ് ഓഫ് റിലേറ്റഡ് ടു ഹാർട്ട് ആൻഡ് ഓൾ. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനത്തുള്ള ടിൻറ്റിന് ഈ കോയിൻസിഡൻസ് അത് അല്ലെങ്കിൽ നൈറ്റ് മെയർസ്, ഡ്രീംസ്, ഇതെല്ലാം തന്നെ അലട്ടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ആൻഡ് ഇവിടെ ഹി സേസ് ദാറ്റ് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ കോയിൻസിഡൻസ്. കഴിഞ്ഞ ദിവസം രാത്രി ചാങ്ങിനെ സ്വപ്നം കാണുകയും ആൻഡ് ടുഡേ ഹി ഹാസ് ഗോട്ട് ചാങ്സ് ലെറ്റർ. It's kind of coincidence, okay? This morning I get a letter from him. Extraordinary, isn't it? Yes, I suppose so. What does he want anyway? Here, listen. Well, he's reading the letter. The brother of my most venerable adoptive father. I didn't know that Mr. Wong Chen he had a brother. അപ്പോൾ വോങ് ചെൻ ഈ എന്ന് പറയുന്നതാണ് ചാങ്ങിൻ്റെ അഡോപ്റ്റീവ് ഫാദർ. ഓക്കെ, അപ്പോൾ പുള്ളിയുടെ the brother of my most venerable adoptive father is living in London, where he has an antique shop. He has generously invited me to stay with him. അപ്പോൾ ഈ ചാങ്ങിൻ്റെ അഡോപ്റ്റീവ് ഫാദറിൻ്റെ ബ്രദർ ലണ്ടനിലാണ് ജീവിക്കുന്നത്. ആൻഡ് ഹി ഹാസ് ഇൻവൈറ്റഡ് ചാങ് ടു കം ആൻഡ് വിസിറ്റ് ഹിം at his antique shop in London. Okay, അപ്പോൾ ഇതാണ് ആ ഒരു പെർട്ടിക്കുലർ ലെറ്ററിൻ്റെ ഉള്ളടക്കം. Although unworthy of such an invitation, I have accepted. Tomorrow I leave Hong Kong by air. I am filled with pleasure that I shall see your noble face once again. He is coming. Good. Okay, അപ്പോൾ അതിൽ പിന്നെ അടുത്ത സെക്ഷനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എന്തായാലും അവിടെ വരില്ലേ. സോ ഐ എം ഫിൽ വിത്ത് പ്ലഷർ ദാറ്റ് ഐ ഷാൾ സീ യുവർ നോബിൾ ഫേസ് അഗൈൻ. ഓക്കെ, എനിക്ക് നിന്നെ ഒന്നുകൂടെ കാണാമല്ലോ, നിൻ്റെ ഫേസ് എനിക്ക് ഒന്നുകൂടെ കാണാമല്ലോ എന്ന് ചാങ്ങൽ പറഞ്ഞിട്ടുണ്ട്. Yes, fine, but I say this Chang, he is not like that little monster Abdullah, is he? അപ്പോൾ ഇവിടെ എന്താ പറയുക, ഞാൻ ഇൻട്രോയിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, there was a lot of criticism regarding AJ's he was kind of anti-Semitic or racist എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നൊരു പല ക്രിയേഷൻസും പുള്ളിയുടെ ഉണ്ട്. മീൻസ് ടിൻറ്റിനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ആൻഡ് ഇതങ്ങനെയല്ല എന്നാണ് ബ്ലൂ ലോട്ടസിന് ശേഷമുള്ള വർക്ക്സും തന്നെ അത്രയും റേസിസ്റ്റോ അല്ലെങ്കിൽ ഈ സ്റ്റീരിയോടിപ്പിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ എഴുതിയിട്ടില്ല. പൊതുവേ എഴുതിയിട്ടില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിട്ടില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നെ ഹാഡോക്ക് ചോദിക്കുന്ന നോക്കുക, ലിറ്റിൽ മോൺസ്റ്റർ അബ്ദുള്ള. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ഏഷ്യൻസിനെ മൊത്തം ഒന്ന് അത് അബ്ദുള്ള ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് ടിൻറ്റിനിൽ. ഓക്കെ, he is like the spoiled and mysterious young prince of the fictional Arabian state called Kemet. ടിൻറ്റിനിൽ തന്നെ വന്നിട്ടുള്ള മുന്നത്തൊരു ക്യാരക്ടറാണ്. ഖേമത്ത് എന്നുള്ള പ്ലേസിൽ ഒരു യങ് പ്രിൻസ് ആണ് ഈ അബ്ദുള്ള എന്ന് പറയുന്നത്. അബ്ദുള്ള എന്നാണ് പേര്, മോൺസ്റ്റർ അബ്ദുള്ള എന്നുള്ള പേര് ടിൻറ്റിനിൽ കൊടുത്തതാണ്. എനിവേ പുള്ളിയുടെ ലാൻഡ് ഓഫ് ബ്ലാക്ക് ഗോൾഡ് എന്ന് പറയുന്ന വർക്കിലാണ് വന്നത്. പിന്നെ റെഡ് സീ ഷാക്ക് എന്ന് പറഞ്ഞ വർക്കിലും ആ ഒരു ക്യാരക്ടർ വന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് എ നെഗറ്റീവ് ക്യാരക്ടർ, അതാണ് ആദ്യം അറിഞ്ഞേണ്ടത്. അപ്പോൾ എല്ലാ ഏഷ്യൻസും അങ്ങനെ തന്നെയാണോ എന്നതാണ് ഇവിടുത്തെ ഒരു intended meaning of that question of Haddock's. Okay, that should be kind of offensive for us. ബട്ട് അങ്ങനെയല്ല, അത് വളരെ എന്താ പറയുക പൊളിറ്റിക്കൽ ഈ പറയുന്ന പോലെ എന്താ ഇറ്റ് ഈസ് നോട്ട് പൊളിറ്റിക്കലി അപ്രോപ്രിയേറ്റ് ടു ആസ്ക് സച്ച് ക്വസ്റ്റ്യൻസ്. ദാറ്റ് ഈസ് വൈ. പിന്നെ ആ കാലഘട്ടത്തിൽ എഴുതാൻ വി ഹാവ് ടു നോ ദാറ്റ് പീപ്പിൾ റോട്ട് ഇൻ വിത്ത് സച്ച് prejudices. അതറിയാൻ നമ്മളിതൊക്കെ പഠിച്ചാലേ പറ്റുള്ളൂ എന്നുള്ളതാണ്. we shouldn't take offense by this, but we should know that people do write things like this. അതാണ് നമുക്ക് മനസ്സിലാവും. മീൻസ് പീപ്പിൾ ആർ യൂഷ്വലി മിസ്ഇൻഫോംഡ് അബൌട്ട് എ ലോട്ട് ഓഫ് തിങ്സ് അബൌട്ട്. ഇപ്പോൾ യജയെ സംബന്ധിച്ച് പുള്ളി ഇത്രയും അഡ്വഞ്ചേഴ്സും തന്നെ അങ്ങനെ പോയിട്ടൊന്നുമില്ല. പകരം പുള്ളിക്ക് വായിക്കാൻ കിട്ടിയതിൽ നിന്ന് അല്ലെങ്കിൽ പുള്ളിക്ക് അറിയാവുന്ന മെറ്റീരിയൽസിൽ നിന്നാണ് പുള്ളി ഇതൊക്കെ എഴുതുന്നത്. അപ്പോൾ പുള്ളിയെ സംബന്ധിച്ച് ഓഫ് കോഴ്സ് ഏഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണെന്നുള്ള പഠിപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ടാവും ആ കാലഘട്ടത്തിലും കൂടെയാണ്. ഇന്നത്തെ പോലെ നെറ്റോ അങ്ങനെയൊന്നുമില്ല. ഒരാളെക്കുറിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നോക്കാം, ഏതൊരു വിഭാഗത്തിനെ കുറിച്ച് നോക്കണമെങ്കിൽ നമുക്ക് നോക്കാം, അല്ലേ?
പക്ഷേ അന്ന് അങ്ങനെ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം എന്ന് നമുക്ക് തൽക്കാലത്തേക്ക്, ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു റെസ്പെക്റ്റ് കൊടുത്ത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. Now, Chang. Why, Captain? He's one of the nice people, no, quite unassuming, and with a heart of gold. You will see. എന്നിട്ട് പറയണ ഇവിടെ ടിൻറ്റിൻ വൗച്ച് ചെയ്യാണ് ചാങ്ങിന് വേണ്ടിയിട്ട്, ദാറ്റ് ഹീ ഈസ് സച്ച് എ ഗുഡ് പേഴ്സൺ, എന്താ അൺഅസ്യൂമിങ് ആയിട്ടുള്ള, ഇന്നസെൻ്റ് ആയിട്ടുള്ള, ക്വയറ്റ് ആണ്, ആൻഡ് വിത്ത് ഹാർട്ട് ഓഫ് ഗോൾഡ്, വളരെ സ്നേഹമായിട്ടുള്ള ഒരു പയ്യനാണ് ആര്, നമ്മുടെ ചാങ്. യെസ്, ആൻഡ് ഹീ സ്റ്റാർട്ട്സ് ഡാൻസിങ് വിത്ത് സ്നോവി അറ്റ് ഫസ്റ്റ്. യെസ്, ആൻഡ് ചാങ്സ് എൻ ഓൾഡ് ഫ്രണ്ട് ഓഫ് യുവേഴ്സ് ടു, ഇസൻറ്റ് ഹീ സ്നോവി? അപ്പോൾ സ്നോവിയുടെയും ഫ്രണ്ട് അല്ലെന്ന് പറഞ്ഞാൽ സ്നോവിയുടെ കൈ പിടിച്ച് ഉയർത്തി ഡാൻസ് കളിക്കുക. ആൻഡ് ദർ കംസ് കാൽക്കുലസ്, പ്രൊഫസർ കാൽക്കുലസ്, വണ്ടർഫുൾ ന്യൂസ്, Chang's coming. We are going to see Chang again. Champagne? This അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ സി ചാങ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ബ്രൂ കൂടെ ഉണ്ട്. ഓക്കെ, ബ്രൂ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ബിയർ കൈൻഡ് ഓഫ് തിങ്. ഓക്കെ, അപ്പോൾ അത് വരുന്നതുകൊണ്ടാണ് അവിടെ യുനോ ആ ഒരു എന്താ നമ്മുടെ കാൽക്കുലസ് അങ്ങനെ ചോദിക്കുന്നത്, ദാറ്റ് ഷാമ്പെയിൻ അറ്റ് ദിസ് മോർണിംഗ് ആണല്ലോ. ഓക്കെ, അപ്പോൾ ചാങ് അഗെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും വി ആർ ഗോയിങ് ടു സീ ചാങ് അഗെയിൻ എന്ന് പറയുമ്പോൾ ഹീ ഈസ് തിങ്കിങ് ദാറ്റ് ദേ ആർ ഗോയിങ് ടു ഡ്രിങ്ക് ബിയർ ഇൻ ദ മോർണിംഗ്. ഓക്കെ, എന്നാ പുള്ളി വിചാരിക്കുന്നത്, ദാറ്റ്സ് വൈ ഹി ആസ് ഷാമ്പെയിൻ അറ്റ് ദിസ് ചാങ്സ് കമ്മിങ് ട്വൽ ആൻഡ് ഹി സ്റ്റാർട്ട്സ് ഡാൻസിങ് ടു. അപ്പോൾ കുറച്ചുകൂടെ സംശയം കടുക്കുമല്ലോ, ദാറ്റ് ദിസ് യങ് മാൻ ഹാസ് ഡ്രങ്ക് സം kind of beer, champagne or something like that. അപ്പോൾ ഇത് കണ്ടിട്ട് ഇപ്പോൾ കാൽക്കുലസ് തിരിഞ്ഞിട്ട് നമ്മുടെ ഹെഡോക്കിനോട് ചോദിക്കും, ഇറ്റ് ഈസ് മോസ്റ്റ് റിപ്രഹെൻസിബിൾ ക്യാപ്റ്റൻ ടു ഗിവ് ദിസ് യങ് മാൻ ഷാമ്പെയിൻ ആൻഡ് ഇൻ ദ മോർണിംഗ്. ഓക്കെ, ഇത്ര രാവിലെ തന്നെ ഈ യങ് മാന്, ടിൻറ്റിൻ വളരെ യങ് ആണ്, അപ്പോൾ ഇത്രയും യങ് ആയിട്ടുള്ളൊരു പയ്യന് അതും രാവിലെ ഷാമ്പെയിനൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റിപ്രഹെൻസിബിൾ ആക്ട് എന്ന് പറഞ്ഞിട്ട് ഹെഡോക്കിനെ ചൈഡ് ചെയ്യാണ് നമ്മുടെ കാൽക്കുലസ്. ഓക്കെ, ആൻഡ് ദെൻ ഹി ലീവ്സ്. ആൻഡ് യൂഷ്വലി ഞാൻ പറഞ്ഞു വന്നു, ഇൻട്രോയിൽ പറഞ്ഞു, പുള്ളിയുടെ ടിൻറ്റിനിൽ കാണുന്ന ഒരു വലിയ വിഭാഗം ക്യാരക്ടേഴ്സും ഇല്ല, എക്സെപ്റ്റ് ഫോർ ഐ തിങ്ക് ഹെഡോക്കാണ് കംപ്ലീറ്റ്, ഹെഡോക്ക് ആൻഡ് സ്നോവി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നീടുള്ളത് നമ്മുടെ ചാങ്, മുന്നേ സ്ഥിരമായിട്ടുള്ള ചാങ് ഈസ് നോട്ട് എ റിക്കറിങ് ക്യാരക്ടർ. ഓക്കെ, ഒക്കേഷണൽ ക്യാരക്ടറാണ്. സോ ചാങ് ഇനി വരുന്നുണ്ട്, ബട്ട് അതർ ദാൻ ദാറ്റ് പിന്നെ വരുന്നത് കാൽക്കുലസ് ആണ്. പക്ഷേ കാൽക്കുലസ് ഇതിൽ വരും, പിന്നെ ഇനി അങ്ങോട്ട് വരുന്നതിൽ ഒരു ഇല്യൂഷനിലും വരുന്നുണ്ട്, അതല്ലാണ്ട് വരുന്നില്ല. So when he's coming then, your son of heaven, let's see, അപ്പോൾ ചോദിക്കുകയാണ് എപ്പോഴാണ് വരുന്നത്. ആൻഡ് ഹി കണ്ടിന്യൂസ് റീഡിങ്. ഹി സേസ്, I fly to Calcutta, then on to Nepal. My venerable adoptive father wishes me to visit Kathmandu to pay my respects to his honorable cousin who has many children and to take them presents. അപ്പോൾ കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്ക് ചാങ്ങിൻ്റെ ട്രാവൽ റൂട്ട്സ് ഒക്കെ തന്നെയും പറയുകയാണ്. അപ്പോൾ ആദ്യം കൽക്കട്ട, പിന്നെ നേപ്പാളിൽ പോകുന്നു, ദെൻ എൻ്റെ അഡോപ്റ്റീവ് ഫാദർ ഹി വിഷസ് ചാങ് ടു വിസിറ്റ് കാഠ്മണ്ഡുവിൽ പോയിട്ട് അവിടെ ഒരു കസിൻ ഉണ്ട്, ആ കസിന് പോയി കാണുകയും അവർക്ക് ഗിഫ്റ്റ്സ് കൊടുക്കുകയും ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ദെൻ സഡൻലി Tintin is connecting all the dots. Nepal, Kathmandu, the plane that hit a mountain, surely that was going to Kathmandu. അപ്പോൾ ഓർമ്മിക്കണം, ഇന്നലെ കഴിഞ്ഞ ദിവസം വായിച്ച ആ ഒരു പെർട്ടിക്കുലർ ന്യൂസ് ഉണ്ടല്ലോ. അപ്പോൾ തന്നെ സഡൻലി ഇന്നത്തെ പേപ്പർ എടുത്ത് നോക്കുവാണ്. ക്വിക്ക് ദിസ് മോർണിംഗ്സ് പേപ്പർ, പെർഹാപ്സ് there will be some details of the crash. ചിലപ്പോൾ ക്രാഷിനെ കുറിച്ച് എന്തെങ്കിലും കാണും. Nepal air disaster, no survivors, tragic delay. Among the missing is a young Chinese traveling from Hong Kong to London. He arrived in Patna in time for an earlier aircraft but failed to obtain a seat. Forced to wait overnight, he caught the ill-fated DC-3. The victim of this tragic delay is Chang Chong-chen, adopted son of Mr. Wang Chen-yi, who had arranged. അപ്പോൾ so goes the ന്യൂസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് കൺഫേം ആവുന്നുണ്ട് ദാറ്റ് ഇറ്റ് ഇസ് ചാങ് ഹു വാസ് ഇൻ ദ പ്ലെയിൻ. സോ സഡൻലി ടിൻറ്റിൻ്റെ മൂഡ്സ് എല്ലാം ചേഞ്ച് ചെയ്യാൻ, ബിക്കോസ് എ വൈൽ ബാക്ക് ഹി വാസ് ഡാൻസിങ് ബിക്കോസ് ചാങ് വാസ് കമ്മിങ്, ആൻഡ് നൗ he got this ന്യൂസ് ഓഫ് ചാങ്സ് ഡിമൈസ് ആൻഡ് ത്രൂ പേപ്പർ ടു. അപ്പോൾ ചാങ് മരിച്ചു എന്ന് ആ ഒരു ഇതാണല്ലോ നമുക്ക് ന്യൂസിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. സോ ഹീസ് വെരി സാഡ്. ചാങ്, മൈ പുവർ ഫ്രണ്ട് ചാങ്, ദാറ്റ്സ് വാട്ട് കംസ് ഓഫ് ഡ്രിങ്കിങ് ടു മച്ച് ഷാമ്പെയിൻ. ആൻഡ് എഗെയിൻ കാൽക്കുലസോടെ വരുന്നത്, കാൽക്കുലസ് പിന്നെയും വിചാരിക്കുന്നത് എന്താ, ഹീസ് ആദ്യം
പൊതുവെ കള്ളു കുടിച്ചിട്ട് ഒരുപാട് കള്ളു കുടിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ മൂഡ്സ് ചേഞ്ച് ചെയ്ത് വരുമല്ലോ. അപ്പോൾ അതുപോലെ ആദ്യം ചിരിച്ചു ഡാൻസ് കളിച്ചു, ഇപ്പോൾ ദാ കരയുന്നു. അപ്പോൾ കാൽക്കുലേറ്റർ കണ്ടോ, ഇതാണ് കൂടുതൽ കുടിച്ചു കഴിഞ്ഞാലുള്ള ഷാമ്പയിനെ കുടിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം ഇതാണ് എന്ന് പറയാണ്. യു ആൻഡ് യുവർ ഷാമ്പയിൻ. അപ്പം ഹാഡോക്കിന് എന്താ അപ്രോപ്രിയേറ്റ് അല്ലല്ലോ ഈ ടൈമിൽ. Chang, my dear friend Chang, we shall never see him again. Never, never again. No, it isn't true. I know Chang is not dead. Not dead? അപ്പോൾ suddenly there is this optimistic behavior of Tintin that we can see. അപ്പോൾ ഇവിടെ ആലോചിക്കുക, ആദ്യം ആ ന്യൂസ് കണ്ട സമയത്ത് he suddenly assumes that nobody would survive the crash എന്ന് വെച്ചാൽ ആരും ആ പ്ലെയിൻ ക്രാഷിൽ നിന്ന് രക്ഷപ്പെടാൻ തോന്നില്ല എന്ന് പുള്ളി സഡൻലി തന്നെ അത് അസ്യൂം ചെയ്യുന്നുണ്ട്. പക്ഷേ സഡൻലി ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഹിസ് ഫ്രണ്ട്ഷിപ്പ് ഇൻ ഹിം, അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് തിങ്കിങ് റിഗാർഡിങ് ഹിസ് ഫ്രണ്ട് അതുള്ളത് കൊണ്ട് തന്നെ പുള്ളിക്ക് സഡൻലി പുള്ളി പറയണില്ല ചാങ് ഈസ് നോട്ട് ഡെഡ്. അപ്പോൾ ബട്ട് ഹാഡോക്ക് ഈസ് ടേക്കൻ എ ബാക്ക്. He says, not dead? He's alive. I'm sure of it. The accident happened days ago. But yesterday, I saw Chang alive, calling for help. But alive. But that was just a dream you had. It wasn't real. അപ്പോൾ ഉടനെ ടിൻറ്റിൻ പറയാണ്, ദിസ് ഈസ് കൈൻഡ് ഓഫ് ലൈക്ക് പ്രിമോണിഷൻ. ഓക്കെ, ഈ പറയുന്ന പോലെ എന്താ പുള്ളിക്ക് സ്വപ്നം കണ്ടു. അപ്പോൾ സ്വപ്നം കണ്ടതിൻ്റെ ബേസിൽ നോ, ബട്ട് ഇന്നലെ ഞാൻ സ്വപ്നം കണ്ടാണല്ലോ, ആൻഡ് ദെൻ ഹി വാസ് അലൈവ്. സഡൻലി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ടിൻറ്റിൻ യൂഷ്വലി വളരെ ലോജിക്കലായിട്ടും റീസണബിൾ ആയിട്ടുള്ള ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. സഡൻലി ഹീ ഈസ് നോട്ട് തിങ്കിങ് സോ. ആൻഡ് അങ്ങനെ ചിന്തിക്കാതിരിക്കാനുള്ളൊരു കാരണമായിട്ട് പൊതുവേ പറയുന്നത്, ഓഫ് കോഴ്സ് പൊതുവെ അല്ല, അങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? ബിക്കോസ് ഓഫ് കോഴ്സ് ഓഫ് ഹിസ് ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ, ആ ഫ്രണ്ട് നഷ്ടപ്പെട്ടു എന്ന് കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കാൻ വയ്യാത്തത് കാരണമാണ് സഡൻലി ആ ഒരു കൺസിസ്റ്റൻസി ഇൻ ക്യാരക്ടറിൽ കുറച്ച് വ്യത്യാസം വരുന്നത്. ഓക്കെ, I know, but it wasn't an ordinary dream. It was sort of a premonition, telepathy, something like that. But one certain, I know that Chang is alive. അപ്പോൾ അതിലെന്തുകൊണ്ടാണ് പുള്ളി ഇങ്ങനെ എക്സ്പ്ലെയിൻ പറയുന്നതെന്ന് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. എന്നിട്ട് അതൊരു ഓർഡിനറി ഡ്രീം അല്ലായിരുന്നു, പകരം അതൊരു പ്രിമോണിഷൻ എന്ന് പറഞ്ഞാൽ സംതിങ് ഇസ് അബൌട്ട് ടു ഹാപ്പൻ എന്ന് പറയുന്നതാണ് പ്രിമോണിഷൻ. ഓക്കെ, അതുപോലെ ടെലിപ്പതി എന്ന് പറഞ്ഞാൽ സം കൈൻഡ് ഓഫ് മെൻ്റൽ കണക്ഷൻ, അതാണ് നമ്മൾ ടെലിപ്പതി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഒരാൾ, ഫോർ എക്സാമ്പിൾ മാനസി, ഓക്കെ, ഞാനത് ചിന്തിക്കുന്ന സമയത്ത് മാനസിക്ക് എന്താ ടിൻറ്റിൻ ഞാൻ ഈ പറയുന്നത് ചിലപ്പോൾ മനസ്സിലായി കാണില്ല എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുമ്പോൾ ചിലപ്പോൾ മാനസിക്ക് എപ്പോഴും തോന്നുമായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ മാനസിക ചിലപ്പോൾ അപ്പം എന്നെക്കുറിച്ച് ആലോചിക്കുമായിരിക്കും. സീ ദിസ് ഇസ് ടെലിപ്പതി എന്ന് പറഞ്ഞാൽ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യപ്പെടാത്ത ഒരു ഒരു റൂട്ട് ഓഫ് സ്റ്റഡിയാണത്. ഇന്ന് വരെ ആരും തന്നെ തെളിയിച്ചിട്ട് അങ്ങനെ വലിയ തെളിയിപ്പൊന്നും നടക്കാത്തൊരു കാര്യമാണ്. എനിവേ, ടിൻറ്റിൻ സേയിങ് ദാറ്റ് ഇറ്റ് കുഡ് ബി ടെലിപ്പതി എന്നൊക്കെ പറയുകയാണ്. ആൻഡ് ഹി അഡമൻ്റ്ലി ബിലീവ്സ് ദാറ്റ് ചാങ് ഈസ് അലൈവ്. ചാങ് ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെയാണ് ആര് വിശ്വസിക്കുന്നത്? Tintin വിശ്വസിക്കുന്നത്. He is alive. I tell you, I am packing my bag and leaving for Nepal. What? You leaving for Nepal? But look here, old fellow, it's madness. That's right. You go and sober up. Okay? അപ്പോൾ ഇത്രയും കേട്ടിട്ടും കാൽക്കുലസിന് അവിടെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. സോ ഹീ തിങ്സ് ദാറ്റ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും എന്താണ്, നീ പോയി സോബറപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് രണ്ടെണ്ണം പറയാം. ശരിക്കും ടേക്ക് റെസ്റ്റ് എന്നുള്ളൊരു ഇതും വരും. പക്ഷെ ശരിക്കും സോബറപ്പ് എന്ന് പറയുന്നത് നമ്മൾ കള്ളു കുടിച്ചിട്ട് എൻ്റെ കെട്ടുവിടാനായിട്ട് നമ്മൾ പറയുന്ന വേർഡ്സാണ് സോബറപ്പ് എന്ന് പറയുന്നത്. അതാണ്. ഓക്കെ, Tintin, listen, I can understand how grieved you are, and I realize how much that dream has shaken you. But you must be sensible. I must save Chang. അപ്പോൾ സെൻസിബിൾ, ഓഫ് കോഴ്സ് ഹാഡോക്ക് ഇവിടെ സാധാരണ എപ്പോഴും ടിൻറ്റിനാണ് സെൻസിബിളായിട്ടുള്ള വോയിസ് പ്രൊവൈഡ് ചെയ്യുന്നത്, വേറെ ഇവിടെ ഹാഡോക്കാണ് സെൻസിബിളായിട്ട് പ്രവർത്തിക്കുന്നത്. ഹി സേസ് ദാറ്റ് ഐ കൻ അണ്ടർസ്റ്റാൻഡ്, നിനക്ക് എത്രത്തോളം വിഷമമുണ്ടെന്ന് എനിക്കറിയാം. ആൻഡ് റിയലൈസ് ഹൗ മച്ച് ദാറ്റ് ഡ്രീം ഹാസ് ഷേക്കൻ. ഇന്ന് ആ ഡ്രീം എത്രത്തോളം അലട്ടി എന്നുള്ള കാര്യം എനിക്കറിയാം. ബട്ട് യു മസ്റ്റ് ബി സെൻസിബിൾ. നീ സെൻസിബിളായിട്ട് ചിന്തിക്കണം എന്ന് പറയുകയാണ്. 10,000 thundering typhoons. How can you possibly save someone who is already dead? Okay, and again പുള്ളിയുടെ 10,000 thundering ഇങ്ങനെയുള്ള ടൈഫൂൺസിൽ പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. എഗെയിൻ പുള്ളി ഭയങ്കര വെക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നു എന്ന് കാണിക്കാനായിട്ടുള്ള ഒരു പെർട്ടിക്കുലർ അലിറ്ററേറ്റീവ് വേർഡ്സ് യൂസേജ് ഓഫ് വേർഡ്സ് ആണത്. ഓക്കെ, എങ്ങനെയാണ് നിനക്ക് മരിച്ച ആരെങ്കിലും തന്നെ എങ്ങനെ സേവ് ചെയ്യാൻ പറ്റും? ആൻഡ് ദെൻ ചാങ് ഈസ് നോട്ട് ഡെഡ്. ചാങ്, then there's Chang, come here. How often must I tell you not to speak to common mongrels? Okay, അപ്പോൾ അത് ചാങ് എന്ന ആ പേര് കേൾക്കുമ്പോഴത്തേക്കും ഇവരെ തിരിഞ്ഞു നോക്കുമ്പോൾ അഗെയിൻ ഒരു ഇതാണ് കോമിക് റിലീഫ് എന്ന് പറയുന്നതാണ്. നമ്മൾ പൊതുവെ സ്നോവിയിലാണ് നമ്മൾ ആ കോമിക് റിലീഫ് നമുക്ക് ഇതിനിടയിൽ കാരണം ദിസ് ഇസ്
അൺലൈക്ക് ടിൻറ്റിൻസ് അതർ കോമിക്സ് അല്ലെങ്കിൽ ആ സ്ട്രിപ്സ് പോലെയല്ല, ഇത് കുറച്ചുകൂടെ എന്താ കോമിക് റിലീഫ് സീരിയസ് ആണ്, കുറച്ചുകൂടെ സീരിയസ് ആണ്. ബട്ട് ഈവൻ സീരിയസ് ആണെങ്കിൽ കൂടി നമുക്ക് അതിനിടയിൽ കുഞ്ഞു കുഞ്ഞു കോമിക് റിലീഫ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് സ്നൂവി ഈസ് ഓഫ് കോഴ്സ് വൺ. നേരത്തെ കാൽക്കുലസിൻ്റെ ഒന്നാമതായിരുന്നു. ഇതിപ്പോൾ സ്നൂവിയുടെ, ബിക്കോസ് ചാങ് എന്ന് വിളിക്കുമ്പോഴത്തേക്കും ദർ ഇസ് അനദർ വൺ, വേറൊരു പട്ടിയോടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഓണർ പറയുവാണ്, കം ഹിയർ. ഞാൻ എത്ര നേരം പറഞ്ഞിട്ട് നിൻ്റെ അടുത്ത് കോമൺ മോംഗ്രൽസിനോടൊന്നും സംസാരിക്കരുത്. കോമൺ മോംഗ്രൽസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്നൂവിയാണ് ഉദ്ദേശിക്കുന്നത്. Blistering barnacles, what a daft idea, giving a name like that to a dog. Not really, it's a Pekingese. It's quite reasonable. Pekingese എന്ന് പറയുന്നത് പെക്കിംഗ് ഏരിയ എന്ന് വന്നത് അങ്ങനെയുള്ളതായിരുന്നു. പെക്കിംഗ് എന്ന് പറഞ്ഞാൽ ചൈന ഭാഗത്തുള്ള, അതുകൊണ്ട് ചാങ് എന്ന് പറയുന്ന വേർഡ് ഓക്കെയാണ് എന്നാണ് ആര് പറയുന്നത്. എഗെയിൻ ഇവിടെ ഈ പറയുന്ന ആ ഒരു ഓറിയൻ്റൽ സ്റ്റീരിയോടൈപ്പിംഗ് ഉണ്ടല്ലോ, അത് നമുക്ക് കുറച്ചൊക്കെ കാണാൻ കഴിയും. ഓക്കെ, നീ കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കതല്ല, നോക്കട്ടെ. ഓക്കെ, നോട്ട് റിയലി. ദെൻ ലുക്ക് ഹിയർ ടിൻറ്റിൻ, ഇഫ് യുവർ ഫ്രണ്ട് ചാങ് വാസ് സ്റ്റിൽ അലൈവ് ദെൻ ദ റെസ്ക്യൂ പാർട്ടി വുഡ് ഹാവ് ഫൗണ്ട് ഹിം. ഓക്കെ, പോസിബിളി കോമൺ. അപ്പോൾ ഇതിനിടയിൽ നമുക്ക് സ്നോവിയുടെ ഇതും കേൾക്കാം. കോമൺ മോംഗ്രൽ, ഞാനോ കോമൺ മോംഗ്രൽ എന്നോ എന്ന് ആര് പറയുകയാണ്? നമ്മുടെ സ്നോവി സ്വയം പറയുകയാണ്. And Haddock at the same time, he is trying to dissuade Tintin from going to Nepal. ടിൻറ്റിനോട് പോകണ്ടെന്ന് പറയുകയാണ്. നിൻ്റെ ചാങ് അഥവാ ചാങ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവിടെ പോയി മറ്റേ ഷെർപ്പാസിൻ്റെ ഒരു ഗ്രൂപ്പ് പോയി നോക്കി എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ അവർ കണ്ടുപിടിച്ചു തന്നെ. പോസിബിളി ഓൾ റൈറ്റ്, ലെറ്റ് സപ്പോസ് ദാറ്റ് ഹീ ഈസ് സ്റ്റിൽ അലൈവ്. പിന്നെയും ചാങ് എന്ന് കേൾക്കുവാണ്. ഡു യു റിയലി ഹാവ് ടു സ്നീസ് ലൈക്ക് ദാറ്റ്? എക്സ്ക്യൂസ് മീ സർ, but I got a terrible cold in the nose. Okay, മൂക്കൊക്കെ നല്ലപോലെ അടഞ്ഞിരിക്കുന്ന ഒരു മെയ്ഡ് സെർവൻറ്റ് പുള്ളിക്കാരി പറയുകയാണ് that she has sneezed and the sneeze heard like Chang. Okay, പിന്നെ ആ സ്നീസ് പിന്നെയും കേട്ടുകൊണ്ടിരിക്കുകയാണ്. എഗെയിൻ ഞാൻ വല്ല കോമിക് റിലീഫാണ് ഇതല്ല. As I was saying, even if he were alive, why should he be able to find him when Sherpas and experienced mountaineers have failed? Okay, ശരി, അവൻ ഇപ്പോൾ അലൈവ് ആണെന്ന് തന്നെ ഇരിക്കരുത്, നിനക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? കാരണം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഷെർപ്പാസിനും മൗണ്ടനേഴ്സിനും ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ പറ്റാത്ത കാര്യം നിനക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? Captain, I am convinced that Shang is alive. Maybe it's stupid, but there it is. And since I believe that he is alive, I am going to look for him. Okay, അപ്പം he is very much adamant and stubborn that Chang is alive and he will be going in search of Chang. അപ്പോൾ അത് ക്യാപ്റ്റനോട് ഉറപ്പിച്ച് പറയുകയാണ്. And then Captain says, all right, be obstinate, go to Nepal, go to Timbuktu, go to Vladivostok, for all I care, but you will be on your own. Remember, I am not coming, and that's flat. And when I say no, I mean no. Okay, ആൻഡ് ഇവിടെ ഹാഡോക്ക് ഭയങ്കര എഗെയിൻ കോമിക് റിലീഫിൻ്റെ ഭാഗമായിട്ടാണ് ഹാഡോക്ക് പറയുകയാണ് ദറ്റ് ഞാൻ എന്തായാലും തന്നെ വരാൻ പോകുന്നില്ല നിൻ്റെ കൂടെ, നീ ഒറ്റയ്ക്ക് എവിടെ വേണം പോയിക്കോ, നെയ്പോളിലോ ടിംബുക്തുവിലോ അല്ലെങ്കിൽ വ്ലാഡിവോസ്റ്റോക്കിലോ എവിടെ വേണമെങ്കിലും നീ പോയിക്കോ, ഞാൻ എന്തായാലും നിൻ്റെ കൂടെ വരാൻ പോകുന്നില്ല. പക്ഷേ 2 days ലേറ്റർ ന്യൂഡൽഹിയിൽ പ്ലെയിൻ ഇറങ്ങി പോകുമ്പോഴത്തേക്കും ആരും കൂടെ ഉണ്ട്? ഓഫ് കോഴ്സ് ഹാഡോക്ക് കൂടെ ഉണ്ട്. സോ ഇത് one thing is that Tintin going after Chang is a symbol of friendship, of course. ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ എംഫസിസ് ആണ് അതെടുത്ത് കാണിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഹാഡോക്ക് ഗോയിങ് വിത്ത് ടിൻറ്റിൻ ഇസ് ഓൾസോ റെപ്രസെൻറ്റേഷൻ ഓഫ് ട്രൂ ഫ്രണ്ട്ഷിപ്പ്. കാരണം ഹാഡോക്കിന് ഓഫ് കോഴ്സ് ഇഷ്ടമല്ല അങ്ങനത്തെ, ഹാഡോക്ക് ഈസ് കൈൻഡ് ഓഫ് ലത്താച്ചിക് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഹാഡോക്കിന് ഇതിന് പോകേണ്ട ആവശ്യമില്ല. ബട്ട് ഓഫ് കോഴ്സ് ഹി ഡസൻ വോണ്ട് ടിൻറ്റിൻ ടു ബി അലോൺ ഇൻ ദിസ് ട്രിപ്പ്. സോ അതുകൊണ്ട് തന്നെ ഹാഡോക്ക് കൂടെ പോവുകയാണ്. Okay. A few minutes later, the plane for Kathmandu. Oh yes, calling at Patna. It leaves at 2:35 this afternoon, but from the other airport, Wellington. The bus will take you there unless. അപ്പോൾ വില്ലിംഗ്ടൺ എന്ന് പറയുന്നത് ഇന്നത്തെ സഫ്ദർജംഗ് എയർപോർട്ടിനെയാണ് വില്ലിംഗ്ടൺ എയർപോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അന്നത്തെ വില്ലിംഗ്ടൺ എയർപോർട്ട് ഇന്നത്തെ സഫ്ദർജംഗ് മാഗിലുള്ള സഫ്ദർജംഗ് എയർപോർട്ടാണ്. ഓക്കെ, അപ്പോൾ അത് അവിടെ നിന്നാണ് 2:35 മോർണിംഗിലാണ് എന്ന് നമ്മുടെ
എയർ ഹോസ്റ്റസ് നോക്കിയിട്ട് പറയാണ് വുഡ് റാദർ വിസിറ്റ് ദ സിറ്റി യു ഹാവ് 3 hours. അപ്പോൾ പറയാണ് നിങ്ങൾക്ക് 3 മണിക്കൂറോളം ഇടയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സിറ്റി വിസിറ്റ് ചെയ്യാം. ഇത് നമ്മുടെ ഓഫ് കോഴ്സ് ആഗ്രയാണല്ലോ, ഈ ഡൽഹി ആഗ്ര ആ ഒരു പ്ലേസാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, യു ഷുഡ് ബി അറ്റ് ദ എയർപോർട്ട് അറ്റ് 2 PM. യു വിൽ ഫൈൻഡ് യുവർ ബാഗേജ്. നിങ്ങളുടെ ബാഗേജ് അങ്ങോട്ട് അയച്ചിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാതെ. താങ്ക് യു, വി വിൽ ടേക്ക് യുവർ അഡ്വൈസ് ആൻഡ് ഹാവ് എ ലുക്ക് അറൗണ്ട് ദ സിറ്റി. അപ്പോൾ ഒരു പറഞ്ഞ ഓഫ് കോഴ്സ് നമുക്ക് സമയമുണ്ട്, അപ്പോൾ നമ്മളൊന്ന് കറങ്ങിയേച്ചും വരാം എന്ന് പറയുകയാണ്. Little later, there is a Qutub Minar. It's 238 feet high. അവർ കുത്തുബ് മിനാർ കണ്ടു, then റെഡ് ഫോർട്ട് കണ്ടു. ഓക്കെ, then 3 hours are passed. We still haven't seen the Jama Masjid and the Rajghat, the memorial to Mahatma Gandhi. ഓക്കെ, അപ്പോൾ ഫേമസ് ആയിട്ടുള്ള പ്ലേസസ് എല്ലാം തന്നെ അവർ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജമാ മസ്ജിദ് ഓഫ് കോഴ്സ് നമ്മുടെ കോൺട്രവേഴ്സൽ ജമാ മസ്ജിദ്, ആൻഡ് ദെൻ രാജ്ഘട്ട്, ദ മെമ്മോറിയൽ ടു മഹാത്മാഗാന്ധി, ഇത് നമ്മൾ കണ്ടിട്ടില്ല. ബട്ട് ആർ യു ഫോർഗെറ്റിംഗ് ദ ടൈം? ഇപ്പം ഹെഡോക്ക് ഓർമ്മിക്കുകയാണ്, നമുക്ക് നമ്മുടെ സമയം കഴിഞ്ഞു പോകല്ലേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വി ജസ്റ്റ് ഗോട്ട് ടൈം ടു ഹോപ്പ് ഇൻ ടു എ ടാക്സി ആൻഡ് മേക്ക് എ ഡാഷ് ഫോർ ദ എയർപോർട്ട്. നമുക്കിനി വേറെ ഒന്നും തന്നെ സമയമില്ല, പകരം മര്യാദയ്ക്ക് കാറിൽ കയറുക, അങ്ങ് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഹലോ, ദർ ഇസ് എ ക്രൗഡ് ഡൗൺ ദെയർ, വാട്ട്സ് ഗോയിങ് ഓൺ? എ ഫൈറ്റ് ഓർ എൻ ആക്സിഡൻറ്റ്? അപ്പോൾ യൂഷ്വലി ഇപ്പം ഫ്രാൻസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഫ്രാൻസിലോ ബെൽജിയത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഒരു ഗ്രൂപ്പ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് യൂഷ്വലി ആൻ ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഫൈറ്റാണ്. പക്ഷെ ഇവിടെ എന്താണ്? എ cow. She certainly chosen a good spot, completely blocking the roadway. I say, can't someone move the old girl along? We are in rather a hurry. അപ്പോൾ again ഞാൻ പറഞ്ഞു, സ്റ്റീരിയോട്ടിപ്പിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ, അതായത് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ പ്രോബബ്ലി യോജെ എവിടെയെങ്കിലും കേട്ട് കാണുന്നുണ്ട്, ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ എന്താ കൗസിന് വർഷിപ്പ് ചെയ്യുന്ന സ്ഥലമാണ്, വേർ കൗസ് ക്യാൻ റോം ഫ്രീലി ആൻഡ് ക്യാൻ ബ്ലോക്ക് ദ വേസ് ആൻഡ് നോബഡി വുഡ് കെയർ എന്ന് പറയുന്ന കാര്യം, വിച്ച് ഇസ് കൈൻഡ് ഓഫ് ട്രൂ സംവാട്ട്. നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ പറയുമ്പോൾ ഒന്ന്, വെളിയിലുള്ളവർ പറയുമ്പോൾ വേറെ, അതങ്ങനെ ഒരു ഇത് വരും. എനിവേ, ഇവിടെ അതേപോലെ ഒരു cow is blocking the way, so he's saying can't you move her, okay എന്ന് ചോദിക്കുകയാണ്. ആൻഡ് ദെൻ again ഇതാണ് കുറച്ച്, ഇപ്പോൾ ഇത് കൗവിൻ്റെ കാര്യം പറഞ്ഞതുമല്ല, പകരം the way they are saying English. okay, sacred cow, sahib, do not disturb, you wait till she move, without any syntactical structure. അതായത് ഇത് ഇന്ത്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് കംപ്ലീറ്റ്ലി സിൻടാക്ടിക്കൽ സ്ട്രക്ചറോട് കൂടി പറയാൻ അറിയത്തില്ല എന്നുള്ള രീതിയിൽ ദേ ആർ കൈൻഡ് ഓഫ് അസ്യൂമിങ്, മീൻസ് ഏഷ്യ ആ ഒരു സ്റ്റീരിയോട്ടിപ്പിക്കൽ ആയിട്ടുള്ള ആ ഒരു ഇതാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. വെയിറ്റ്, ദാറ്റ്സ് എ യൂസ്ഫുൾ സജഷൻ. ആ പ്ലെയിൻ ലീവ്സ് ഇൻ 25 minutes. അപ്പം അവർ പറഞ്ഞ എന്താ, കൗവിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യുക, കൗ മൂവ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഹെഡോക്ക് പറയണത് എന്ത് നല്ല സജഷനാണ്, ഞങ്ങളുടെ പ്ലെയിന് 25 minutesനുള്ളിൽ ലീവ് ചെയ്യും. എനിവേ, നോ നീഡ് ടു വറി, ഇഫ് ഷീ വോണ്ട് മൂവ് വി വിൽ ജസ്റ്റ് സ്റ്റെപ്പ് ഓവർ. ഓക്കെ, ശരി, അവൾ മൂവ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ സ്റ്റെപ്പ് ഓവർ, ഇത് പുറത്തൂടെ മറികടന്ന് പൊയ്ക്കോളാം എന്ന് പറയണം. ബട്ട് വൈൽ ഹീ ഈസ് ക്രൂസിങ് ഓവർ ദ കൗ സ്റ്റാൻഡ്സ് അപ്പ്. Hey, whoa, stop fooling around, and then it runs with him on its back. അപ്പോൾ ടിൻറ്റിൻ്റെ ബാഗ് കൂടെ പോവാണ്. ഇറ്റ് റൺസ് ത്രൂ ദ മാർക്കറ്റ്, ഇറ്റ് ക്രിയേറ്റ്സ് chaos on the road. okay, and there is this policeman who stop, where do you think you're going? I don't know, ask the cow. Again comic relief, and Snowy is barking, and he's going after both the cow and Haddock. Help, I've had enough, put me down. And of course Haddock അതിൻ്റെ മുകളിൽ ഇരുന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. And finally the cow drops him, or at a in a car. Now, good afternoon, where to, sahib? Thankfully it's a taxi. So where? Oh yes, to the airport, but not right away, I am waiting for a friend. okay, അപ്പോൾ ഡയറക്റ്റ് ടു ടാക്സി തന്നെ എത്തിയതുകൊണ്ട് കൊള്ളാം. Here he comes at last. Now to Wellington Airport and step on it. We have got to be there in a quarter of an hour. Trust me, Sahib. Best taxi in Delhi. Sahib, nothing can stop me. See, ഇതും കൈൻഡ് ഓഫ് ഇതാണ് മിക്കലും നമ്മൾ ഇപ്പം ഔട്ട്സോഴ്സ്ഡ് പോലുള്ള ഇതൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൽ സ്ഥിരം കാണിക്കുന്ന ഒരു കാര്യമാണ്. ദറ്റ് വന്നിറങ്ങുമ്പോൾ തന്നെ ദർ ആർ മെനി റിക്ഷ വാലാസ് ഓർ ടാക്സി വാലാസ് വുഡ് കം ഓർ ഗോ ആൻഡ് ബോദർ ദീസ്
foreigners and say that, sir, it's my taxi is the best in town, best in the country എന്നൊക്കെ പറഞ്ഞിട്ട് അത് എവിടെയെങ്കിലും കേട്ടിട്ടായിരിക്കാം ഒരു പക്ഷേ യേശേ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. എനിവേ there's a nail on the road, okay, and billions of blistering barnacles. What's the matter? Thundering typhoon. Sometimes something in my eye. I don't know what it is. Dust or a fly or something? Stop, driver, stop. No, I can't see anything. You will have to wait until we are aboard the plane. ഇതൊക്കെ കണ്ണിലൊക്കെ എന്തൊക്കെ പറ്റിയെന്നൊക്കെ നമ്മൾ ആരും ഹെഡൊക്കെ പറയുന്നുണ്ട്. ക്യാരി ഓൺ ഡ്രൈവർ ആൻഡ് ട്രൈ ടു മേക്ക് അപ്പ് ഫോർ ദ ലോസ്റ്റ് ടൈം. ഓക്കെ, പക്ഷെ അവരെ നിർത്തുന്നില്ല, കാർ സ്പീഡിലായിട്ട് തന്നെ പോകുന്നു. ആൻഡ് റൈറ്റ് സാഹിബ് എന്ന് നമ്മുടെ ഡ്രൈവർ പറയുന്നു. ആൻഡ് ഹിസ് ക്യാപ്പ് blow away, and cap അങ്ങ് പോയി. And Tintin goes and get his cap back, because haddock without the cap is not complete a picture. And we go on like this, Sahib, and we never arrive in time. നമ്മൾ ഇങ്ങനെ പോയാലായിട്ട് നമ്മൾ ഒരിക്കലും തന്നെ എന്താ എത്തത്തില്ല കറക്റ്റായിട്ട് സമയത്തിൽ. Anyway, at the airport, can't be helped, it's time for take off. Too bad for the 2 missing passengers. നമുക്ക് ഇനി എന്തായാലും തന്നെ പോയാലേ പറ്റുള്ളൂ. ആൻഡ് റിമെമ്പർ, ഒരിക്കലും തന്നെ പ്ലെയിനിൻ്റെ പൈലറ്റ് എയർ ഹോസ്റ്റസും കൂടെ താഴെ ഇറങ്ങി നിൽക്കത്തില്ല. പണ്ടത്തെ കാലത്തായാലും ശരിയാണ്, ഒരിക്കലും നിൽക്കത്തില്ല. Now, look here they come. Blue blistering barnacles. Found this thing in my eye. Okay, ഇത് എൻ്റെ കണ്ണിൽ കണ്ടു എന്ന് പറഞ്ഞിട്ട് പുള്ളി പറയാണ് കോൺ. That's lucky, I can just see enough to get up. The പുള്ളിക്ക് നേരെ കണ്ടുകൂടാ. And he gets up a gangway, a detached gangway. It's not attached to the plane. അപ്പോൾ പുള്ളി അപ്പോൾ ഈ കയറുന്ന നമ്മുടെ പ്ലെയിൻ അല്ലെങ്കിൽ എന്താ ഷിപ്പിലൊക്കെ കയറുന്ന ആ ഒരു പെർട്ടിക്കുലർ മൂവബിൾ ബ്രിഡ്ജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഗാങ്വേ എന്ന് പറയാം. അപ്പോൾ ഇവിടെ പുള്ളിക്ക് പക്ഷേ കയറുന്ന ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഗാങ്വേയിലാണ് കയറുന്നത്. സോ Tintin calls certain captain, stop now, not there, here, the other steps, and when I'm finished I will see what's in your eye. അപ്പോൾ അത് കയറി എവിടെയെങ്കിലും ചെന്ന് വീണത് കാണുമായിരിക്കും. എനിവേ, the air hostess is putting some bandages on Haddock's face. And then the next morning, this is Kathmandu, and they are flying over Kathmandu. First of all, we will see the airport manager. There it is. We are friends of Chang, one of the victims of Guzinthan disaster. Disaster. We want to visit the scene of the crash. You know all about the organization of search party. Can you help us to achieve our objective? പുള്ളി അന്നേരം എയർപോർട്ട് മാനേജറിനെ കണ്ടിട്ട് അവിടെ കാര്യങ്ങൾക്ക് നമ്മൾ എന്തിനാണ് വന്നതെന്നൊക്കെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുവാണ്. ആൻഡ് സെയിങ് ദാറ്റ് ഞങ്ങൾ നിങ്ങൾക്ക് ആ സെർച്ച് പാർട്ടിയെക്കുറിച്ച് എന്തെങ്കിലും അറിയായിരിക്കുമല്ലോ, നിങ്ങൾക്ക് അങ്ങനെ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ് ഞങ്ങളെ സഹായിക്കാനായിട്ട് പറ്റുമോ? Would it be indiscreet to ask the reason why you wish to go up there? ഇപ്പോൾ എയർപോർട്ട് മാനേജർ തിരിച്ചു നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് പോകുന്നതെന്ന് പറയാമോ? ബിക്കോസ് ഐ എം സർട്ടൻ ദാറ്റ് ചാങ് ഈസ് നോട്ട് ഡെഡ്. ഐ വോണ്ട് ടു ഗോ ആൻഡ് ലുക്ക് ഫോർ ഹിം. ബട്ട് ആൻഡ് ദ എയർപോർട്ട് മാനേജർ സേസ്, but you must be mad. You have no conception of the difficulty and danger such an expedition involves. അപ്പം പുള്ളി തിരിച്ച് അഡ്വൈസ് ചെയ്യാണ്, നിങ്ങൾക്ക് അറിയത്തില്ല എത്രത്തോളം കഷ്ടപ്പാടാണ് അവിടെ വരെ എത്താനെന്നും, അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പെഡീഷൻ്റെ കോസ്റ്റ് അല്ല ഡിഫിക്കൽട്ടി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് the other one is saying that. And while Haddock is thinking that rubber band's getting on my nerves, because this person is actually playing with this rubber band. Playing and avanoന്നില്ല, പകരം ചില ആൾക്കാരുണ്ട് അത് പണ്ടങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല, or I don't know if it is something else. Anyway, it is getting on his nerves. He playing with that rubber band. Anyway, not only would you be risking your lives, but the risk would be quite futile. Even if your friend survived the accident, he would long since have died from hunger and cold and exposure. ഇപ്പോൾ ശരി, ആ പെർട്ടിക്കുലർ ആക്സിഡൻറ്റിൽ നിന്ന് ചാങ് രക്ഷപ്പെട്ടാലും ശരി തന്നെ, it is not, he won't be able to survive the hunger, okay, hunger and cold and exposure. അപ്പോൾ അത് കാരണം അവൻ ഇതിനൊക്കെ തന്നെ മരിച്ചു കാണാനാണ് ചാൻസ്. That's what I keep on telling him. അപ്പോൾ ഇത് കേട്ടിട്ട് ഹാഡോക്ക് പറഞ്ഞത് ഞാനും ഇത് തന്നെയാണ് പറഞ്ഞത്. എന്നിട്ട് പുള്ളിച്ചിരിക്കുവാണ്, ബിക്കോസ് ഓഫ് കോഴ്സ് ആ ഒരു റബ്ബർ ബാൻഡ് പെട്ടെന്ന് തെറിച്ചിട്ട് പുള്ളിയുടെ മുഖത്ത് പോയി കൊള്ളുന്നുണ്ട്. And of course he suddenly apologized to. Look sir, Chang is my friend. In spite of all appearances, I know that he is still alive.
Whatever the obstacles lying in our path, I must try to find him. Very well, I am quite certain no guide will agree to go with you, but if you wish, I will put you in touch with the Sherpas who made up the rescue party. ശരി, എനിക്ക് ഉറപ്പാണ് ദാറ്റ് ഒരു ഗൈഡും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എഗ്രി ചെയ്തതെന്ന് എനിക്കറിയാം. ബട്ട് എനിവേ അന്നത്തെ ആ ഒരു സെർച്ച് പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഷെർപ്പാസിൽ ആരെങ്കിലും ഞാൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് അയക്കാം, അല്ലെങ്കിൽ അതിന് നിങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാം. I really am very grateful. And you see, anybody with any sense thinks as I do, this idea of yours is absolutely crazy. Chang is alive, Captain. Chang is alive. Chang is alive. All this just because you had a dream about him. I dreamt about Columbus last night, but that doesn't bring him to life, does it? I don't behave like a sleepwalker roaming around in a daze with my eyes shut. അപ്പോൾ ഇതല്ലേ ചാങ് ഇസ് ലൈവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവസാനം ക്യാപ്റ്റൻ ഹീസ് ഫെഡ് അപ്പ്. സോ സേസ് ദാറ്റ് ഞാൻ കൊളംബസിനെ കഴിഞ്ഞ ദിവസം രാത്രി സ്വപ്നത്തിൽ കണ്ടുള്ളൂ. ഡസ് ദാറ്റ് മീൻ ദാറ്റ് ഹീസ് എ ലൈവ്? കൊളംബസ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണോ നീ പറയുന്നത്? അല്ലല്ലോ. ഏതെങ്കിലും സോ ആൻഡ് സഡൻലി പുള്ളി ഇത് പറഞ്ഞു വരുന്നതിനിടയ്ക്ക് ഒരു ബാബു കെയിൻ വന്നിട്ട് പുള്ളിയുടെ മുഖത്ത് വന്ന് അടിക്കുകയാണ് ഓഫ് എ വെൻഡർ. Wake up, you milkmaid, and look where you are going. And again, it's kind of offensive that he is calling a person milkmaid, okay, without looking. എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഒബ്സർവേഷൻ ഇല്ലാതെ നേരെ നോക്കാണ്ട് ഓരോന്നൊക്കെ വിളിക്കുന്നതായിട്ട്. He is the one who is not, walking properly, and is, of course, അറിയാം, അങ്ങനത്തെ പല ആൾക്കാരെ നമ്മളെ ജീവിതത്തിൽ തന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ. Again, he collides with another person. Billions of blistering barnacles in a thundering typhoon. You did that on purpose, you gang of Bashibazooks. Okay? Bashibazooks. I think it is some kind of contempt or abuse another. Okay. Which should not have been used, but anyway he has used. And ഇത് കേൾക്കുമ്പോൾ നമ്മുടെ പുള്ളി നമ്മുടെ എന്താ he says back, क्यों जी देखते नहीं सामने क्या है? या നേരെ നോക്കി നടന്നൂടെ, അടുത്ത് എന്താണെന്നുള്ള നേരെ നോക്കി നടന്നൂടെ എന്ന് പുള്ളി ഹിന്ദിയിൽ ചോദിക്കുകയാണ്. വാട്ട്സ് എ മാറ്റർ ക്യാപ്റ്റൻ? ആൻഡ് ഹീ ഈസ് ടേക്കൻ അബാക്ക് ബൈ ദാറ്റ്. മീൻസ് ഹീ ഈസ് ഓൾവേസ് ദ വൺ ഹൂസ് ബീൻ ഇത്ര ശബ്ദത്തിലൊക്കെ ഇങ്ങനെ കിടന്ന് വിളിക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവരെ അബ്യൂസ് ചെയ്ത് സംസാരിക്കുകയൊക്കെ സ്ഥിരം ചെയ്യുന്നത് ഹെഡോക്കാണ്. വേറാസ് ഇവിടെ ഈ പേഴ്സൺ തിരിച്ച് ഒച്ചത്തിൽ തന്നെ സാധാരണ അയാൾ ചീത്തയെന്നല്ല വിളിച്ചത്, അയാൾ മര്യാദയ്ക്ക് എന്താ ക്യൂൻ ജി എന്ന് പറയുന്നത് തന്നെ അവിടെ റെസ്പെക്റ്റോടുകൂടി സംസാരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ റെസ്പെക്റ്റോടുകൂടി തന്നെ അയാൾ ഇച്ചിരി ഒച്ചത്തിൽ സംസാരിക്കുന്നതെന്നും ഉള്ളൂ. അത് കേൾക്കുമ്പോൾ തന്നെ ഹെഡോക്ക് ഒന്ന് ഞെട്ടി വിറയ്ക്കുന്നല്ല, ഹീ ഈസ് ജസ്റ്റ് ടേക്കൻ എ ബാക്ക് ബൈ ദാറ്റ്. ഓക്കെ, വാട്ട്സ് എ മാറ്റർ ക്യാപ്റ്റൻ? മാച്ച് അറ്റ് ലാസ്റ്റ്. അവസാനം നിങ്ങളുടെ ആ ശബ്ദത്തിൽ അത്രയും ശബ്ദത്തിൽ വിളിക്കാനുള്ള ആളെ കിട്ടിയോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, ആൻഡ് യു ക്യാൻ സീ ഇടയ്ക്ക് ഇന്ത്യൻ ആ ഒരു കാഠ്മണ്ഡു അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തൊക്കെ നമ്മൾ സ്ഥിരം നമ്മുടെ ഏഷ്യൻ സൈഡിലൊക്കെ കാണുന്ന ഒരു കാഴ്ചയാണ് മുളക് ഉണക്കാനിട്ടിരിക്കുന്നത്. ക്യാൻ യു സീ ദാറ്റ്? യാ, ദിസ് വൺ. Come on, we asked these men, perhaps they know the shop kept by Chang's relation. ചാങ്ങിൻ്റെ ഒരു അഡോപ്റ്റീവ് ഫാദറിൻ്റെ കസിനെ കാണാനാണല്ലോ ചാങ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ പോസിബിളി ചാങ്ങിൻ്റെ റിലേഷനെ അതിനെക്കുറിച്ച് ഇവിടെ ആരെങ്കിലും അറിയായിരിക്കും. എക്സ്ക്യൂസ് മീ, ബട്ട് ക്യാൻ യു ഡയറക്ട് മീ ടു എ ഷോപ്പ് ഓൺ ബൈ എ ചൈനീസ് ജെന്റിൽമാൻ, ചൈനീസ് ഷോപ്പ്? ഐ വണ്ടർ വാട്ട് ദേ ആർ ദോസ് റെഡ് മാറ്റ്സ് ഓവർ ദേ. ഓക്കെ, അപ്പോൾ ഹാഡോക്കിന് എന്താ ഈ റെഡ് മാറ്റ്സ് എന്താ ഇവിടെ കിടക്കുന്നത്? Hello, it's fruit spread out to dry in the sun. It smells good. അപ്പോൾ പുള്ളി എടുത്ത് നോക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു റെഡ് ഫ്രൂട്ട് ആണല്ലോ ഈ കിടക്കുന്നത്. ഫ്രൂട്ട് ഗുഡ് ടു ഈറ്റ്, നൈസ് ആൻഡ് സ്വീറ്റ്, യം. യെസ് ആയി. അപ്പോൾ പിള്ളേരോടെ ചോദിക്കുന്നത് ഇത് നല്ലതാണോ? അഗെയിൻ ഹൗ ഹീ ഈസ് ആസ്കിങ് ദാറ്റ്. ഓക്കെ, അതായത് തിരിച്ച് നമ്മുടെ ആദ്യം എങ്ങനെയാണോ ഇന്ത്യൻസ് പറയുന്നതായിട്ട് കാണിച്ചത്, വിത്തൗട്ട് എനി സിൻടാക്റ്റിക്കൽ സ്ട്രക്ചർ, ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറോടുകൂടി സെൻറ്റൻസ് സ്ട്രക്ചർ ഇല്ലാണ്ട് എസെൻഷ്യൽ വേർഡ്സ് മാത്രം യൂസ് ചെയ്തിട്ട് പറയുന്നതായിട്ടാണല്ലോ കാണിച്ചത്. അതുപോലെ ഇയാളും തിരിച്ച് ചോദിക്കുകയാണ്. മീൻസ് അവർക്ക് അതേ മനസ്സിലാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ചോദിക്കുകയാണ്. ഫ്രൂട്ട്, ഈസ് ദിസ് എ ഫ്രൂട്ട്? ഈസ് ദിസ് ഗുഡ് ടു ഈറ്റ്? ഈസ് ഇറ്റ് നൈസ് ആൻഡ് സ്വീറ്റ്? യം കഴിക്കാമോ എന്നൊക്കെ ആംഗ്യ ഭാഷയിലും ഒക്കെ ആയിട്ട് ചോദിക്കുകയാണ്. And the children, quite the pranksters, അവരെ തിരിച്ച് പറയാണ്, യെസ് സാഹിബ്, Chinese shop, up there സാഹിബ്, you turn left, then big temple, then straight right, there Chinese shop, Cheng Li's name.
താങ്ക് യു വെരി മച്ച്. അപ്പോൾ അവിടെ കണ്ട ഒരാൾ പുള്ളിക്ക് വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു. ആൻഡ് ദെൻ ഫയർ, ദർ ഇസ് this alarming voice there of Haddock's, and Haddock is running with his mouth covered, and he jumps onto a well. What happened? I ate one of those things. It was just like swallowing a volcano in full blast. It was red pimento, Captain Pepper. Red pimento എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ചില്ലിയാണ്. നല്ല അത്യാവശ്യം നല്ല ഏരിയ ഉള്ള ഒരു മുളകാണത്. A few minutes later, there is a big temple he mentioned. അപ്പം അവർ ആ വഴി നോക്കി പോവാണല്ലോ. ബിഗ് ടെമ്പിൾ കണ്ടു. വണ്ടർഫുൾ, isn't it? Good day, Sahib. My name Cheng Li Ken. I think you are looking for me. Yes, please. Yes, but how did you know? Yes, please, Sahib. You asked someone the way and he come and tell me. Yes. അപ്പോൾ പുള്ളി പറയണ എനിക്കറിയാം നിങ്ങളെന്ന്, കാരണം ഒരാളോട് നിങ്ങൾ ചോദിച്ചില്ലേ, പുള്ളി എന്നോട് പറഞ്ഞു. പ്ലീസ് ടു ഡു me the inexpressible honor of taking a humble cup of tea in my miserable house. Yes, please. പുള്ളി അറിയാവുന്ന ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു എന്നുള്ള കാണിക്കാനാണ് അങ്ങനത്തെ വേർഡ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. പുള്ളി പറഞ്ഞിരിക്കുന്നത് നേരെ തിരിച്ചായി പോകുന്നു. അതായത് ഇൻഎക്സ്പ്രസിബിൾ ഓണർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരിക്കലും ചേരാത്ത വാക്കുകളാണ്. മീൻസ് എക്സ്പ്രസീവ് ആയിട്ടുള്ള ഓണർ, ഓക്കെ, ഓഫ് ടേക്കിംഗ് എ ഹംബിൾ കപ്പ്, ഹംബിൾ ഹൗസിലോട്ട് വരിക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബട്ട് ഹീ ഇപ്പോൾ മാലപ്രൊപ്പസം പോലെ പുള്ളി പറയുന്നതെല്ലാം തെറ്റിപ്പോവാണ്. അപ്പം അതും എഗെയിൻ ഇന്ത്യൻസ് അല്ലെങ്കിൽ ഏഷ്യൻസിൻ്റെ ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസിനെ കളിയാക്കിക്കൊണ്ടാണ് അത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, യെസ് പ്ലീസ്, വി വിൽ ബി ഗ്ലാഡ് ടു. യെസ് പ്ലീസ്, മിസ്റ്റർ ചെങ്, വി ആർ ഫ്രണ്ട്സ് ഓഫ് ചാങ്, ഫ്രണ്ട്സ് ഓഫ് ചാങ്, സോ യെസ് പ്ലീസ്, ഹി വിൽ ഹാവ് ഗ്രേറ്റ് ഹാപ്പിനെസ് ടു സീ യു. അപ്പോൾ പുള്ളി പറയണ ചാങ്ങിന് ഭയങ്കര സന്തോഷമാണ് നിങ്ങളെ കാണുമ്പോൾ. വാട്ട് ഡിഡ് യു സേ? Great happiness to see you. Please to enter. We are here. പറഞ്ഞു കൊടുക്കുക, ഇവിടെ ഇതാണ് എൻ്റെ വീട്, കയറിക്കോളൂ. ചാങ് സം ഫ്രണ്ട്സ് ഫോർ യു. മൈ സൺ ചാങ് ലിൻ ഇ. ഓക്കെ, അപ്പോൾ പറയേണ്ടത് ഇതാണ് എൻ്റെ മകൻ ചാങ് ലിൻ ഇ. വി ആർ സോറി, ദർ ഹാസ് ബീൻ എ മിസ്റ്റേക്ക്. അവർ ഫ്രണ്ട് ഈസ് കോൾഡ് ചാങ് ചോങ് ചെൻ. You speak of our late lamented adoptive nephew. Yes, please. അപ്പോൾ പറയണം അത് അഡോപ്റ്റീവ് നെഫ്യൂ ആണ്, എൻ്റെ സഹോദരൻ്റെ അഡോപ്റ്റീവ് ആയിട്ടുള്ള സണ്ണാണത് എന്ന് പുള്ളി പറയുകയാണ്. അലാസ്, ഹീ ഈസ് ഡെഡ്. പക്ഷേ അവൻ മരിച്ചുപോയി. യെസ് പ്ലീസ്, ഇൻ എയർപ്ലെയിൻ ക്ലാഷ്. സോ വി ഹാവ് ഹേർഡ്, ബട്ട് ഐ ബിലീവ് ദറ്റ് ചാങ് ഈസ് നോട്ട് ഡെഡ്. ഐ ഹാവ് കം ടു ആസ്ക്, ഡു യു നോ ഓഫ് എ ഷെർപ്പ ഹു വുഡ് അഗ്രി ടു ഗോ വിത്ത് അസ് ടു സെർച്ച് ഫോർ ചാങ്? ചാങ്ങിനെ അന്വേഷിച്ച് പോകാനായിട്ട് ആരെങ്കിലും, ഏതെങ്കിലും ഷെർപ്പയെ ഒന്ന് അറേഞ്ച് ചെയ്ത് തരാമോ എന്ന് ചോദിക്കുകയാണ്. Even though he's dead, I do not believe that, but I need an experienced guide if I am to find him. അവിടെ പുള്ളിയുടെ റിലേറ്റീവ്സ് വിചാരിക്കുകയാണ് that he is dead, and Tintin is adamant that no, he isn't. Why not? Thake, respected father, he is the best Sherpa in the district and the bravest. Also, he went with the rescue party. Thake, and he is the best Sherpa in the district and the bravest too. We got to him if you wish, but I tell you his answer. അപ്പം റെസ്ക്യൂ പാർട്ടിയുടെ കൂടെ പോയിട്ടുള്ള ഒരാളായിരുന്നു. സോ അവിടെ പോയി നമുക്ക് സംസാരിക്കാം. മീൻസ് വി ഗോ ടു ഹിം ഇഫ് യു വിഷ്, ബട്ട് ഐ ടെൽ യു ഹിസ് ആൻസർ. അവൻ്റെ എന്തായാലും ആൻസർ എനിക്ക് നല്ലപോലെ അറിയാം. ഹീ വിൽ സേ നോ എന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ആസ് എക്സ്പെക്റ്റഡ് തക്കെ സേസ് നോ. No, me not want to risk 3 lives, your life of the other Sahib and my life, to look for dead man. But you see Thake, I am convinced that Chang isn't dead. അപ്പോൾ പുള്ളി പറയാണ് ഞാൻ 3 ലൈഫ്സ് ഞാൻ ദാറ്റ് ഈസ് എ ക്വാളിറ്റി ഓഫ് ഷെർപ്പേഴ്സ്. അവരുടെ കൂടെ വരുന്ന കമ്പാനിയൻസിൻ്റെ ലൈഫ് വളരെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ, ഓഫ് കോഴ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഫ്രം ദ ഹിൽസ് ഓഫ് മൗണ്ടൈനിയറിങ് ആൻഡ് ഓഫ് കോഴ്സ് അവിടുത്തെ ഒരുപാട് തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുന്ന പ്ലേസാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ രക്ഷപ്പെടുത്താനായിട്ട് നമ്മൾ വളരെയധികം കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഷെർപ്പാസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 ലൈഫ്സ്, ഒന്ന് നിങ്ങളുടെ, ഒന്ന് മറ്റേ ആളുടേത് ഹെഡോക്കിൻ്റെ, അത് തേർഡ് വൺ ഇസ് മൈൻ ഇറ്റ് സെൽഫ്. ഓക്കെ, ഇത് 3 കൂടെ ഞാൻ നശിപ്പിക്കാനായിട്ട് ഞാൻ റെഡിയല്ല എന്ന് പുള്ളി പറയാം. Him, dead Sahib, I go there, I see broken airplane, no one alive, but not possible to live. Too cold, nothing to eat. You not go, Sahib. You too young to die as well. It's only common sense, old lad. The Sherpa is absolutely right. I've told you from the very beginning, it's sheer lunacy. You really must give up this daft idea. Yes, what Turkey says is true. Fine. You are taking sense at last. അപ്പോൾ ഹഡോക്ക് ഈ ടർക്കി പറഞ്ഞത് വച്ചിട്ട്
എന്തുവാ ടിൻറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇറ്റ്സ് ട്രൂ, ഐ ഹാവ് നോ റൈറ്റ് ടു റിസ്ക് ദ ലൈവ്സ് ഓഫ് അതേഴ്സ്. ബ്രാവോ, ഐ ന്യൂ യു വുഡ് സീ ദ റീസൺ, ഐ ഷാൽ ഗോ അലോൺ. പക്ഷേ ടിൻറ്റിൻ്റെ ലോജിക്ക് എങ്ങനെയാണ്? ശരിയാ പറഞ്ഞത് എന്ന് വെച്ചാൽ ഞാൻ മറ്റുള്ളവരുടെ ലൈഫും കൂടെ ഞാൻ കളയേണ്ട കാര്യമില്ല, പക്ഷേ എൻ്റെത് മാത്രം ഞാൻ അതുകൊണ്ട് ഒറ്റയ്ക്ക് പൊയ്ക്കോളാം എന്നാണ് പറഞ്ഞത്. ഓൾ റൈറ്റ്, ഗോ, but you on your own. I have trailed along this for thundering typhoons, but I am not playing nurse maid any longer. Okay, ഞാൻ ഇനി എന്താ നിനക്ക് ഒരു തരത്തിലുള്ള എയ്ഡ് ഞാൻ തരില്ല, ഞാൻ നിൻ്റെ കൂടെ വരുന്നില്ല. Then he again collapsed into നേരത്തെ ഉണ്ടായിരുന്ന ആ മനുഷ്യനോട് തന്നെയാണ് പിന്നെയും ചെന്ന് മുട്ടുന്നത്. പിന്നെയും പുള്ളി എന്തൊക്കെ അബ്യൂസീവ് വേർഡ്സ് പറയാണ്. Billions of bilious blue blistering barnacles has word gone around to gang upon me. എല്ലാവരും വന്ന് എന്നെ ഇങ്ങനെ ഇടിച്ച് കൊല്ലാനായിട്ടാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ക്യാ ഫിർ നഹി, പിന്നെയും അങ്ങനെ തന്നെയാണോ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, ഐ ഡോണ്ട് നോ ഇഫ് ദാറ്റ് ഈസ് ദ കറക്റ്റ് അവിടെ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണെന്ന് എനിക്കറിയത്തില്ല. പ്ലീസ് വാച്ച് യുവർ ലാംഗ്വേജ്, ഐ ഡിഡ്ന്റ് ഷൗട്ട് അറ്റ് യു ഡിഡ് ഐ. ഞാൻ ഒച്ചത്തിലൊന്നും സംസാരിച്ചില്ലല്ലോ എന്ന് ഉടനെ ഹാരോക്ക് പറയുകയാണ്. ഓക്കെ, and 3 days later, that's my rucksack packed. Now I'll just say goodbye to the captain. I don't like the look of all these preparations. And Snowy says to himself that he doesn't like the look of this. Okay, and there is this knock on the door, and when he looks, of course, captain is preparing himself, and there's a lot of bottles. Of course, നമുക്ക് ടിൻറ്റിൻ വായിച്ചുള്ളവർക്ക് അറിയാം ക്യാപ്റ്റൻ ഹഡോക്ക് എന്ന് പറയുന്നൊരു ആൽക്കഹോളിക് ഫെലോ ആണ്. I come to say goodbye, but your rucksack what? Do you imagine for one moment that I would let a young whippersnapper like you go off alone? അപ്പോൾ whippersnapper എന്ന് വെച്ചാൽ എന്താ, ഒരു യങ് ആയിട്ടുള്ള പേഴ്സൺ അല്ലെങ്കിൽ പറയുന്ന ഓവർ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് എന്താ യൂഷ്വലി അൺഇമ്പോർട്ടൻ്റ് എന്നുള്ളതും വരും. അങ്ങനെ ഒരാളെ ഞാൻ ഒറ്റയ്ക്ക് അയക്കും തോന്നുന്നുണ്ടോ? നോട്ട് ഓൺ യുവർ ലൈഫ്. ഐ സപ്പോസ് യു തിങ്ക് ദാറ്റ് ക്യാപ്റ്റൻ ഹാഡോക്ക് ഹാസ് ഗോട്ട് ടൊമാറ്റോ ജ്യൂസ് ഇൻ ഹിസ് വെയിൻസ്. ടൊമാറ്റോ ജ്യൂസ് ഇൻ വെയിൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് കവേർട്ട്ലി ആണ് എന്നാണെന്ന് വിചാരിക്കുന്നതെങ്കിൽ തെറ്റാണ്. അത് ബ്ലഡിന് പകരം ടൊമാറ്റോ ജ്യൂസ് ആണെന്നുള്ളത്. ബട്ട് ഡോണ്ട് സ്റ്റാർട്ട് ബീങ് ഓക്വേർഡ്. ഐ എം ഗോയിങ് വിത്ത് യു വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്, and not another word from you or I stay here. Okay, ഇതിൽ നിന്ന് ഒരു വേർഡ് പോലും നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. Now who is it? Come in. And let's stop there. Okay, അല്ല ഓക്കെ 15th പേജും കൂടെ ആയിട്ട് നിർത്താം. Hey, you are the rogue who knocks me down at every street corner blistering barnacles. What do you want now? Sherpa Thake send me sahib. അപ്പോൾ ഷെപ്പ നീയല്ലേ എന്നെ എല്ലായിടത്തും പോയി ഇടിച്ചിടുന്ന നീയല്ലേ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ ആ പുള്ളി പറയാണ് ദാറ്റ് ഷെപ്പ താക്കയാണ് എന്നെ അയച്ചത്. He say everything ready, I am porter sahib, then we shall have fun. Good, tell Thake we are coming. Thakeയോട് പറയൂ നമ്മൾ വരുവാണെന്ന് പറഞ്ഞു. You're wondering what's going on. Well, you insisted on going, so I had another crack at Thake. I was luckier than you were the other day, and I persuaded him to take us up there. Again, Haddockൻ്റെ love for Tintin, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അതാണ് ഇവിടെ കുറച്ചുകൂടെ നന്നായിട്ട്. ബിക്കോസ് ഹീ സ്റ്റേഡ് ബാക്ക് ആൻഡ് ഹീ പെർസ്വേഡഡ് Thake ടു കം വിത്ത് ദം. ഓക്കെ, ഗോ വിത്ത് ദം. അപ്പോൾ അങ്ങനെ Thakeയും ഇപ്പോൾ വരുവാണ്. Captain, what can I say? You are a marvel. Not so fast. He has only agreed to take us as far as the wreck of the aircraft. No further. Still, once you are up there, at last you will realize there isn't the remotest chance of finding anyone alive. ശരി, അവൻ എവിടം വരെ കൊണ്ടെത്തിക്കാന്നേ പറഞ്ഞിട്ടുള്ളൂ, ആ റക്കേജിൻ്റെ അവിടം വരെ കൊണ്ടെത്തിക്കാന്ന് പറഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. നിനക്കത് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദാറ്റ് nobody would have been alive in that crash. All the same, Thake has fixed up everything we need for the expedition: clothes, food, equipment, and porters. But thundering typhoons, just my luck to be saddled with that fellow who behaved like a bull in a china shop. Okay, ഇപ്പോൾ തൊട്ട് മുന്നേ വന്ന ഈ പുള്ളിയെക്കുറിച്ച് അയാളുടെ കൂടെയാണല്ലോ പോകേണ്ടത് എന്ന് പുള്ളി പറയാം. An hour later കാണാം അവർ ട്രെയിൽ ചെയ്ത് പോവുകയാണ്. എന്നിട്ട് ഏറ്റവും ഫ്രണ്ടിൽ ഹഡോക്ക് പാട്ടും പാടി പോവുകയാണ്. ഓക്കെ, മീൻസ് ഹീ ഈസ് ദ ബ്രേവസ്റ്റ് അല്ലെങ്കിൽ എന്താ ഫാസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ പുള്ളിയാണെന്ന് കാണിക്കാനായിട്ട് പോവുകയാണ്. ആൻഡ് പതുക്കെ ആരായി പുള്ളി ഏറ്റവും ബാക്കിലോട്ട് മാറി പോവുകയാണ്. ബിക്കോസ് ഓഫ് കോഴ്സ് ഒരുപാട് ഫാസ്റ്റായിട്ട് നടന്നു വിത്ത് ഹിസ് ഓഫ് കോഴ്സ് ഇത്രയും കുപ്പിയും എല്ലാം ബാക്കിൽ ഇരിക്കുമല്ലേ. പുള്ളി ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി ഇതായി പോവും, എന്താ
ലാപ്സ് ആയി പോയല്ലോ, അതുകൊണ്ട് പുള്ളി ബാക്കിലോട്ടായി പോയി. ജസ്റ്റ് തിങ്ക് ഹിയർ ഐ ആം ഫൂളിങ് അറൗണ്ട് അറ്റ് ദ ബാക്ക് എൻഡ് ഓഫ് നേപ്പാൾ വെൻ ഐ കുഡ് ബി സ്നൂസിങ് അറ്റ് മാർലിൻ സ്പൈക്ക് വിത്ത് എ ലോങ് കൂൾ വിസ്കി. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ഈ ഭാഗത്തുള്ള ഏഷ്യൻ ഭാഗത്തുള്ള ഇക്വേറ്ററിൻ്റെ ഇപ്പുറത്താണല്ലോ നമ്മൾ, സോ ഡെഫിനറ്റ്ലി ഭയങ്കര ചൂടും കൂടെയാണ്. സോ ഇപ്പോഴാണെങ്കിൽ ഞാൻ മാർലിൻ സ്പൈക്കിൽ ഇരുന്നിട്ട് നല്ല കൂൾ വിസ്കി കുടിക്കേണ്ടതാ എന്നൊക്കെ പുള്ളി പറയുകയാണ്. വിസ്കി മൈ തണ്ട്, വാട്ട് അബൌട്ട് ദ ബോട്ടിൽസ് ഇൻ മൈ പാക്ക്. ഉടനെ തന്നെ പുള്ളി എടുത്ത് വിസ്കി കുടിക്കാൻ. ഓഫ് കോഴ്സ് ആൽക്കഹോളിന് അവർ എനർജൈസിങ് ഇതുണ്ടല്ലോ. സോ പുള്ളി പിന്നെയും ഭയങ്കര സ്പീഡിൽ മുന്നോട്ട് നടക്കണം. ഗ്രാൻഡ് ഓൾഡ് ഡ്യൂക്ക് ഓഫ് യോർക്ക്, ഹി ഹാഡ് 10,000 men, പോം പുള്ളി പാട്ടുപാടി എൻജോയ് ചെയ്ത് നടക്കുവാണ്. സോ ഇന്നത്തേക്ക് ഇത്രയുമേ ഉള്ളൂ. സോറി, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ക്ലാസ് ഇത്രയും നീണ്ട് വരാറുണ്ട്. ബട്ട് ഇറ്റ് ഈസ് ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ്. സോ താങ്ക് യു, ബൈ.